നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ പ്രാണപ്രിയനും രക്ഷകരുമായ യേശു ക്രിസ്തുവിനെ അതിവേഗത്തിൽ നാം മുഖാമുഖമായി കാണാൻ പോകുകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് വേണ്ടി മുൾമുടിയേറ്റ ആ ശിരസിനെ ഒരിക്കലൂടെ പൊന്മുടധാരിയായിട്ട് കാണുവാനും, നമുക്ക് വേണ്ടി തുപ്പലേറ്റ മുഖത്തെ തേജസ്സിന് മുഖമായി കണ്ട് ചുംബിക്കുവാനും, നമുക്ക് വേണ്ടി ആണിപ്പഴുതേറ്റ അവൻ്റെ കൈകാലുകളെ ആവോളം ചുംബിക്കുവാനും, അവൻ്റെ സ്നേഹത്തിൽ അനന്തകോടി വർഷങ്ങൾ വസിപ്പാനുമുള്ള സമയം ഏറ്റവും അടുത്തു പോയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വരവ് എത്രയും അടുത്തുപോയി എന്നതിനെ സംബന്ധിച്ച ചില പ്രവർത്തന നിവൃത്തികൾ ചിന്തിപ്പാനിടയായി. ഇന്നും ചുരുക്കം കാര്യങ്ങളെ അത് സംബന്ധിച്ച് ചിന്തിക്കുകയും ഈ കാലഘട്ടത്തിൽ നാം എന്താണ് ചെയ്യേണ്ടത് എന്നുകൂടെ ചിന്തിച്ച് ഈ വേദപഠന ക്ലാസ് സമാപിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. ഞാൻ കള്ളനെ പോലെ വരും, തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. ഞാൻ കള്ളനെ പോലെ വരും, തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. ചില നാളുകൾക്ക് മുമ്പ് ഒരു വിശ്വാസിയായ സഹോദരി ബാത്റൂമിൽ കാലുവഴുതി വീണ് അബോധാവസ്ഥയിൽ 15 മിനിറ്റ് നേരം കിടന്നു. അവർ പലവിധമായ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നു. അവളുടെ ബന്ധുമിത്രാദികൾ അനേകരും സ്വർഗരാജ്യത്തിനായി ഒരുങ്ങാതിരിക്കുന്നതും, ദൈവസഭയിൽ തന്നെ സഹവിശ്വാസികളായ പലരും കർത്തൃവരവിനായി ഒരുങ്ങാത്തവരായും, അപ്പോൾ തന്നെ അനേകർ വരവിനായി ഒരുങ്ങുന്നതായും കാണുവാനുള്ള ആത്മീയ നയനങ്ങൾ തുറക്കപ്പെട്ടു. തുടർന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും അവിടെ ദിവ്യ ദർശനങ്ങൾ കാണുകയും ചെയ്തു. അതിൽ പ്രധാനമായത് സ്വർഗത്തിൽ അവൾ കണ്ടുമുട്ടിയ എല്ലാ സ്വർഗീയവാസികളും തമ്മിൽ പറയുന്ന ഒരു പ്രധാന സംഗതി, കർത്താവ് സഭയെ ചേർക്കുവാൻ സമയമായി എന്നുള്ളതായിരുന്നു. അതേ, കർത്താവിന്റെ തിരുസഭയെ ചേർക്കുവാൻ സമയം ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഭാവിയിൽ സംഭവിക്കാനുള്ളത് യോഹന്നാൻ അപ്പോസ്തലനെ കാണിച്ചു കൊടുക്കുന്നതായ വേളയിൽ, പ്രത്യേകിച്ച് പീഡാകാലത്ത് നിറവേറേണ്ടതായ ന്യായവിധിയുടെ വിശദമായ ചിത്രം അവന് വെളിപ്പെടുത്തുകയായിരുന്നു. ഈ 16-ാമത്തെ അധ്യായത്തിൽ 7 ക്രോധകലശങ്ങൾ ഭൂമിയിലേക്ക് ഒഴിക്കുന്നതായി നാം കാണുകയാണ്. അവിടെ ആ ക്രോധകലശങ്ങൾ ഓരോന്നും ഒഴിക്കുമ്പോഴുള്ള വിവിധ സംഭവങ്ങൾ വിശദമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അത് അങ്ങനെ പറഞ്ഞു പോകവേ ഇടയ്ക്ക് ഒരു പ്രഖ്യാപനമാണ് നാം വായിച്ചു കേട്ടത്. ഇതാ ഞാൻ കള്ളനെ പോലെ വരും. സ്റ്റോപ്പ് പ്രസ് എന്നൊന്നുണ്ട് പത്രത്തിൽ. അഥവാ ഒരു ദിവസത്തേക്ക് പത്രവാർത്ത നേരത്തെ ക്രമീകരിച്ചത് അടുക്കം പ്രകാരം പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിപ്രധാനമായൊരു വാർത്ത വന്നാൽ പ്രസ് നിർത്തിവെച്ചിട്ട്, അച്ചടി നിർത്തിവെച്ചിട്ട് അതിപ്രധാന വാർത്ത പ്രത്യേകമായ കുളത്തിൽ ഫ്രണ്ട് പേജിൽ കൊടുക്കും. ഇതുപോലെ ക്രോധകലശങ്ങൾ ഒഴിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു വന്നിട്ട് പെട്ടെന്ന് പ്രസ് നിർത്തിവെച്ചു. അതിപ്രധാനമായ പ്രഖ്യാപനം, ഇതാ ഞാൻ കള്ളനെ പോലെ വരും, തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചു കൊള്ളുന്നവൻ ഭാഗ്യവാൻ. ഈ വേദപഠന ക്ലാസും നമ്മുടെ എല്ലാവിധമായ സംഗതികളുടെ ഇടയിൽ എല്ലാം നിർത്തിവെച്ച് സ്റ്റോപ്പ് പ്രസ് ന്യൂസ് പോലെ ആയിരിക്കണം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇതുവരെയും വരുന്നു എന്ന് പറഞ്ഞതായ വിഷയത്തെക്കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ പറയുമ്പോൾ, ഏത് ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ അവൻ ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട് എന്ന് പറയുകയാണ്. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ അവിടെ ഒരു അധർമ്മമൂർത്തിയായവൻ
എഴുന്നേൽക്കും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് വായിച്ചാട്ടെ. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അധർമ്മത്തിന്റെ മൂർത്തി വെളിപ്പെടാൻ പോകുന്നു, വരും, സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് അത് ഇപ്പോഴേ വ്യാപരിക്കുന്നു. ഇങ്ങനെ ഭാവി സംഭവങ്ങളായി ബൈബിൾ പറഞ്ഞിട്ടുള്ളതും ആദ്യകാലങ്ങളിൽ വിശുദ്ധന്മാര് സുവിശേഷകന്മാർ പ്രസംഗിച്ചിട്ടുള്ളതുമായ അനേക സംഭവങ്ങൾ ഇന്ന് വർത്തമാന സംഭവങ്ങളായി മാറ്റപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. വിശേഷിയ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കർത്താവിന്റെ വരവിന് ശേഷമുള്ള ഒരു സംഭവത്തെക്കുറിച്ച് വായിക്കുന്നു. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ, അത് ഒരു മനുഷ്യന്റെ സംഖ്യ അത്രേ, അതിന്റെ സംഖ്യ 666. യേശുക്രിസ്തു ഈ ലോകത്തെ ഭരിക്കും എന്നുള്ള വസ്തുത അവിടെ വിവരിച്ചു വന്നിട്ട് അവിടെ പറയുകയാണ്, ഇതാ ഒരു സംഖ്യ 666, യേശുക്രിസ്തുവിന്റെ സംഖ്യ അല്ലെങ്കിൽ മൃഗത്തിന്റെ സംഖ്യ എന്ന് പറയുകയാണ്. കർത്താവിന്റെ വരവിന് ശേഷമേ 666 എന്നുള്ള നമ്പർ വെളിപ്പെടുവെന്ന് ചിലർ പഠിച്ചും ചിന്തിച്ചും ഇരിക്കുകയാണ്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. ഈ 666 എന്നുള്ളതായ നമ്പർ എന്നേ വെളിപ്പെട്ട് കഴിഞ്ഞു എന്ന് മാത്രമല്ല, നമ്മൾ പലരും ആ നമ്പർ ഉപയോഗിച്ചു തുടങ്ങിയും കഴിഞ്ഞു. നമുക്കത് വിശ്വസിക്കാൻ തോന്നിയിരിക്കുകയില്ല. ഉദാഹരണമായിട്ട് കമ്പ്യൂട്ടർ ആരെങ്കിലും ഉപയോഗിക്കുന്നെങ്കിൽ, ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അതിന്റെ അക്ഷരങ്ങളിലെ അതിന്റെ ഒരു ന്യൂമറിക്കൽ വാല്യൂ, അതിന്റെ സംഖ്യാ മൂല്യം ഒരു പ്രത്യേക തരത്തിൽ കണക്ക് കൂട്ടുമ്പോൾ കമ്പ്യൂട്ടർ എന്നതിന്റെ ആ അക്ഷരങ്ങളുടെ മൂല്യം ഒടുവിൽ വരുമ്പോൾ 666 എന്നാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോഴേ ന്യൂമറിക്കൽ വാല്യൂവിൽ ആ 666 ഉപയോഗിക്കുകയാണ്. അതുപോലെ ബിൽ ഗേറ്റ്സ്, വിൻഡോസ് 95, ഇതെല്ലാം ഒരു പ്രത്യേക സംഖ്യാമൂല്യത്തോടെ നോക്കുമ്പോൾ അതിനെല്ലാവരും 666 ഒരു ടച്ച് ഉണ്ട്. ഇനി കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നില്ല, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ടെന്നിരിക്കരുത്, അതിനൊരു അഡ്രസ്സും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുമ്പോൾ www.com, ആ W എന്നതിന്റെ സംഖ്യാമൂല്യം 6 എന്നാണ്. അപ്പോൾ www എന്ന് പറഞ്ഞാൽ 666 ആ സംഖ്യ ഉപയോഗിച്ചതിന് ശേഷമാണ് അത് ഓപ്പണിംഗ് ആവുന്നത്. അപ്പൊ ഇന്റർനെറ്റ് നിങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നെങ്കിൽ അതെ ഈ നമ്പർ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നെങ്കിലും ഈ സംഖ്യ ഉപയോഗിച്ച് കഴിഞ്ഞു. ഈ പറയപ്പെട്ട സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിനും ഈ നമ്പർ ഉപയോഗത്തിലായി കഴിഞ്ഞു. ഇനി ഒരാൾ പറഞ്ഞേക്കാൻ ഞാൻ എനിക്ക് ഇതൊന്നുമില്ല, കടയിൽ പോയി സാധനം വാങ്ങിച്ചിട്ടുള്ളപ്പോൾ കമ്പ്യൂട്ടർ ബില്ലുള്ള സാധനം വാങ്ങിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ 666 ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കാരണം കമ്പ്യൂട്ടർ ബില്ലുള്ളൊരു സാധനം വാങ്ങുമ്പോൾ അതിലൊരു ബാർകോഡുണ്ട്, ഇങ്ങനെ ഒരുപാട് വരകൾ, അതിന്റെ മൂല്യം കൂട്ടി വരുമ്പോൾ അത് 666. നോക്കുക, ഇതിനെ എങ്ങനെയാണെന്ന് വിശദീകരിക്കാൻ സമയം അനുവദിക്കാത്തത് കൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. ഞാൻ സമർത്ഥിപ്പാൻ ഉദ്ദേശിക്കുന്നത് 666 എന്നുള്ളതായ ആ സംഖ്യ നമ്പർ കർത്താവ് വന്ന, സഭയെടുത്ത്, യേശുക്രിസ്തു വന്ന, അങ്ങനെ എന്നോ ഒരു കാലത്ത് വരും എന്നല്ല, അതിപ്പോൾ തന്നെ ഉപയോഗത്തിലായി കഴിഞ്ഞു. വെളിപ്പാട് 13-ാം അധ്യായത്തിന്റെ 16-ഉം 17-ഉം വാക്യങ്ങളിൽ കാണുന്നത് പോലെ, ഞാൻ ആ നമ്പർ കൈമേലും നെറ്റിമേലും ഒന്നും വാങ്ങിയില്ലല്ലോ എന്ന് സമാധാനിച്ചേക്കാം. ഒന്ന് വായിച്ചാട്ടെ. അത് ചെറിയവരും വലിയവരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും, സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറും മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയുമാക്കുന്നു. കൈമേലോ നെറ്റിമേലോ ഈ നമ്പർ ഏൽക്കാതെ എന്നാണ്. ഇപ്പോൾ സമാധാനിച്ചേക്കാം, ഞങ്ങൾ ഇതൊന്നും ഏറ്റിട്ടില്ലല്ലോ. പക്ഷേ കൈമേലും നെറ്റിമേലും ഈ നമ്പർ വരുത്താൻ ശ്രമം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ആദ്യ ഘട്ടം ഓരോരുത്തർക്കും ഒരു നമ്പർ കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ആദ്യത്തെ ഘട്ടം. തീരദേശ ജില്ലയിൽപ്പെട്ടവർക്ക് ചില ക്ഷേമ പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ
പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അത് അനർഹർക്ക് പോകരുത് എന്നുള്ളതായ ഒരു കണക്കൂട്ടൽ കൊണ്ട് അർഹരായവർക്ക് മാത്രം കിട്ടുമെന്ന് ഉറപ്പുവരുത്തുവാൻ ആ തീരദേശ ജില്ലയിൽ ഉള്ളവർക്ക് മാത്രം ഒരു നമ്പർ കൊടുക്കുവാൻ ഒരു UID പ്രോജക്റ്റ് ഇപ്പോൾ നിലയിൽ വന്നിട്ടുണ്ട്. അതിന്റെ UID മീൻസ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ. അതിന്റെ ചെയർമാനായിട്ട് അത് ആക്കി വെച്ച നന്ദൻ നിലേക്കനി എന്നു പേരുള്ള ഒരു ശാസ്ത്രജ്ഞനെയാണ്. ഈ തീരദേശ ജില്ലകൾ പെട്ട എല്ലാവർക്കും കാർഡല്ല ഒരു നമ്പർ കൊടുക്കുവാൻ. ഇത് തുടക്കത്തിൽ തീരദേശ ജില്ലകൾ നടപ്പാക്കും. ജനനം മുതൽ മരണം വരെയും ഒരാളെ തിരിച്ചറിയുവാൻ ഒരു നമ്പർ. ഈ നമ്പർ കമ്പ്യൂട്ടറിൽ കൊടുത്ത ഉടനെ ഫോട്ടോയും 10 വിരൽ അടയാളം ഉൾപ്പെടെ ഏറെക്കുറെ 15 കൂട്ടം വിവരങ്ങൾ ഒരാളെ കുറിച്ചുള്ളത് തെളിയും. ഇത് തുടക്കത്തില് തീരദേശ ജില്ലയിലെ 2010 തുടക്കത്തോടു തന്നെ നടപ്പാക്കാൻ വേണ്ടിയുള്ള ക്രമീകരണം ചെയ്തിരിക്കുകയാണ്. അതിനുവേണ്ട സർവേയും മറ്റും ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ 2011 അടുത്ത ലോകസഭ തെരഞ്ഞെടുപ്പിന് മുൻപായി എടുക്കുന്നതായ ആ സെൻസസിൽ ഇന്ത്യയിലെ 108 കോടി ജനങ്ങൾക്കും ഓരോ നമ്പർ കൊടുക്കുവാനുള്ള തീരുമാനത്തിലേക്ക് വന്നിട്ടുണ്ട്. അഥവാ അടുത്ത തെരഞ്ഞെടുപ്പിൽ എല്ലാവരും അതിന് മുമ്പ് എല്ലാവർക്കും ഒരു നമ്പർ കിട്ടിയിരിക്കും. ഈ നമ്പർ ഇത് ഒരു വ്യക്തി കൊടുക്കുന്ന നമ്പർ തൽക്കാലം ഒരു കാർഡിലാണ് കൊടുക്കുന്നത് എന്ന് വരികിലും അത് ഒടുവിൽ ഒരു മൈക്രോ ചിപ്പായിട്ട് മാറ്റുകയാണ്. മൈക്രോ ചിപ്പ് എന്നത് ലോകത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏറെക്കുറെ 9 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയും അതിനു വേണ്ടതായ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിലെ സകല ജനങ്ങൾക്കും. ആ ഓർഡർ ലഭിക്കുന്നതനുസരിച്ച് ഇന്ത്യയിലെ സകല ജനങ്ങൾക്കും ശരീരത്തിൽ തന്നെ ഈ നമ്പർ ഈ വിവരങ്ങൾ അടങ്ങിയ മൈക്രോ ചിപ്പ് ഇംപ്ലാന്റ് ചെയ്യുവാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ലോകം വളരെ ആവേശത്തിലാണ്. എന്തോ ഒരു സൗകര്യമായി. റേഷൻ കടയിൽ പോയാൽ കാർഡ് കൊണ്ടുപോകണ്ട. ഇപ്പൊ എല്ലാം മറവിയാണല്ലോ, മറന്നൊന്നും വിചാരിച്ച് വിഷമിക്കണ്ട. അവിടെ ചെന്നാൽ ശരീരത്തിൽ തന്നെ ഉണ്ട്, അത് സ്കാൻ ചെയ്തെടുത്തോളും. എത്ര അംഗങ്ങളുണ്ടെന്നും നിങ്ങൾക്ക് എത്ര യൂണിറ്റ് അവിടെ ആ റേഷൻ കടയിലെ സാധനങ്ങൾ അർഹതയുണ്ടെന്നെല്ലാം അവിടെ തന്നെ തെളിഞ്ഞോളും. അതുപോലെ യാത്രാമധ്യേ പോലീസ് പിടിച്ചു നിർത്തി ാണ് ഡ്രൈവ് ലൈസൻസ് എടുത്തില്ല, ആ പട വെപ്രാളം. പക്ഷേ ഇനി അതിന്റെ ആവശ്യമില്ലല്ലോ, ശരീരത്തിൽ തന്നെ ഉള്ള ഈ നമ്പർ മതി, വേറെ ഒരു ലൈസൻസ് ബുക്ക് വേണ്ട. പാസ്പോർട്ട് യാത്ര പോകുമ്പോൾ എടുക്കാൻ മറന്നുപോയെന്നുള്ളത് പ്രശ്നം ഉദിക്കുന്നില്ല, പാസ്പോർട്ടേ വേണ്ട. ബാങ്കിൽ പോയാൽ പാസ്ബുക്ക് കൊണ്ടുപോയില്ല എന്ന് വിഷമിക്കേണ്ട, വെറുതെ പോയാൽ മതി. ATM സെന്ററിലും വെറുതെ പോയാൽ മതി. വോട്ട് ചെയ്യാൻ പോകുമ്പോൾ വോട്ടർ കാർഡില്ലാത്തതിനാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഇവിടുത്തെ ഒരു പ്രമുഖനായ നടനെ പോലും അവിടെ തടഞ്ഞു വെച്ചു. കാർഡ് കാണിച്ചിട്ട് വോട്ട് ചെയ്യാൻ സമ്മതിക്കൂ. ഇനി ചെല്ലുമ്പോൾ കാർഡൊന്നും കാണിക്കണ്ട. അവിടെ ചെല്ലുമ്പോൾ കൈമേലോ തെറ്റുമേലുള്ളതായ നമ്പർ സ്കാൻ ചെയ്തുകൊള്ളും. അർഹതയുണ്ടെങ്കിൽ അവിടെ വോട്ട് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ക്രെഡിറ്റ് കാർഡ് കൊണ്ട് നടക്കേണ്ട. ലോകം ഇത് കേൾക്കുമ്പോൾ കൊള്ളാം, എത്രയും വേഗം ഇത് വന്നാൽ കൊള്ളാം, എന്തോ ഒരു സൗകര്യമാണ്, വളരെ എളുപ്പമാണ്, പണവും കൊണ്ട് നടക്കേണ്ട. ബാങ്ക് ബാലൻസിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ അത് കുറച്ചുകൊള്ളും. പക്ഷേ ദൈവജനത്തിന് മാത്രം അറിയാം ഈ പോക്ക് എങ്ങോട്ടാണെന്ന്. ലോകത്തിൽ നടന്നു വരുന്ന പല കാര്യങ്ങളും അർത്ഥവും ലക്ഷ്യവും ലോകമനുഷ്യർക്ക് അറിഞ്ഞുകൂടാ, ദൈവജനത്തിനെ അറിയാമോ? ഉദാഹരണമായി സ്കൂളുകളിലും കോളേജുകളിലും ഹോസ്റ്റലുകളിലും വിദ്യാർത്ഥികൾ ഓജോ ബോർഡ് ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കാൻ സമയം അനുവദിക്കുന്നില്ല. അത് വെച്ച് ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും. ഞാൻ പരീക്ഷ ജയിക്കുമോ തോക്കുമോ അങ്ങനെ. പക്ഷേ ഈ ഓജോ ബോർഡ് ഒരു സാത്താൻ സഭയുടെ ഭാഗമാണ്. യോഗ ഇന്ന് ആകമാനം വ്യാപരിക്കുകയാണ്. ഇതിന് പിന്നാലെ എല്ലാ മനുഷ്യരും പോവുകയാണ്. യോഗ ക്ലാസ് എന്താ സിലബസിന്റെ ഭാഗമായി തന്നെ മാറി തോന്നുന്നു. പക്ഷേ യോഗ സാത്താൻ ആരാധനയുടെ ഒരു ഭാഗമാണെന്ന് അനേകർക്ക് പറഞ്ഞുകൂടാ. പക്ഷേ ദൈവമക്കൾക്കറിയാം. ലോകത്തിലെ മനുഷ്യരിതെല്ലാം ആരോഗ്യത്തോടിരിക്കുവാൻ,
പ്രതിരോധ ശക്തി കിട്ടുവാൻ, മനസ്സിന് സമാധാനം കിട്ടുവാൻ, ഏകാഗ്രത കിട്ടുവാൻ. പക്ഷേ കാര്യങ്ങൾ വിവേചിക്കുവാൻ കഴിവുള്ളവർക്കറിയാം ഇത് ദൈവത്തിൽ നിന്നുള്ളതല്ല. എല്ലാ മതങ്ങളുടെയും സാരാംശം ഒന്നാണ് എന്നുള്ള പഠിപ്പിക്കലും അങ്ങനെ വ്യാഖ്യാനവും ഇന്ന് എവിടെയും കേൾക്കുവാൻ കഴിയും. അതും സാത്താൻ പടച്ചുവിടുന്നതാണ്. അത് അവന്റെ ഒരു തന്ത്രത്തിൽപ്പെട്ടതാണ്. ചുരുക്കത്തിൽ ഈ നമ്പർ വരുന്നത് ഉൾപ്പെടെ ഇത്യാദി ഒരുപാട് കാര്യങ്ങൾ ലോകത്തിൽ നടപ്പായി വരുന്നത് ലോകർക്കറിഞ്ഞുകൂടാ. അതിന്റെ നല്ല വശങ്ങളെ മാത്രം ചിന്തിച്ചവർ ആവേശഭരിതരാകുന്നു. ദൈവമക്കൾക്കും കാലങ്ങളെയും വചനത്തെയും വിവേചിപ്പാൻ കഴിവുള്ളവർക്കും അറിയാം ഇത് അന്ത്യകാലത്തിന്റെ ഒരു ലക്ഷണവും കർത്താവിന്റെ വരവിന്റെ ലക്ഷണവും വരവിന് ശേഷമുള്ളതായ ത്രിമൂർത്തികളുടെ ഭരണത്തിന് വേണ്ടിയുള്ള ഒരു ഒരുക്കവും മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. ഇല്ല എന്ന് വരികിൽ മാർത്തോമക്കാരെ ഏറെക്കാലം ചിരിപ്പിച്ച ഒരു മെത്രാപ്പോലിത്തായിക്ക് വയസ്സുകാലത്ത് ഒരു ആഗ്രഹം തോന്നി അമ്മയൊന്ന് ചെന്ന് കാണണമെന്ന്. ആഗ്രഹം തോന്നി അവിടെ ചെന്നു. അമ്മ സമ്മാനം കൊടുത്തോണ്ട് ഒരു ശിവരൂപം. ഇപ്പോൾ ആ സഭയിലെ ആളുകൾ അദ്ദേഹത്തിന്റെ തമാശ ഓർത്തിട്ട് ചിരി നിർത്തി തന്നെ ഓർത്തും തന്റെ ഭാവി ഓർത്തും കരയാൻ തുടങ്ങിയിരിക്കുകയാണ്. ഒരു നല്ല ബ്രദറായി ആത്മീയയാത്ര ആരംഭിച്ച ഒരാൾ ബിഷപ്പായി മാറുന്ന കാഴ്ച കേരളം കണ്ടു. ആർക്കും ഒന്നും പിടികിട്ടുന്നില്ല. എന്താ? യേശു വിളിക്കുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ കൂട്ടിവരുത്തിയിട്ട് യൂണിവേഴ്സിറ്റിക്ക് പണം തരണമെന്ന് പറയാനും, അതുപോലെ അതേ തുടർന്ന് റിയൽ എസ്റ്റേറ്റ് നടത്തുവാനും, പ്രാർത്ഥിച്ച സാധനങ്ങളിലൂടെ തന്നെ പണം വാങ്ങുവാനും, പ്രാർത്ഥനയ്ക്ക് തന്നെ റേറ്റിടുവാനും തയ്യാറാകുന്നവരെ കണ്ട് ജനങ്ങൾ അന്തം വിടുക. എന്താണിത്? സ്വന്തം വിമാനത്തിൽ പറന്നെത്തി പ്രസംഗിക്കുന്ന ഒരു വ്യക്തി, ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി, തന്നെ രക്ഷയിലേക്ക് നയിച്ച ഒരു സ്ത്രീയുടെ കബറിടത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു എന്നുള്ളതായി വെളിപ്പെടുത്തൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഞാനിത് പറയാൻ കാരണം ലോകത്തിനിതൊന്നും മനസ്സിലാകിയില്ല. അന്ത്യകാലത്ത് വലിയ വിശ്വാസത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അനേക ഭക്തന്മാരും വരപ്രാപ്തരുമായ ആളുകളെ അവരറിയാതെ തന്നെ സാത്താന്യ തന്ത്രത്തിന് അടിമപ്പെട്ട് ദൈവത്തിന് വിരോധികളായി ഒരു നിലയിൽ ക്രിസ്തുവിനെതിരായി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഏത് ക്രിസ്തുവിന്റെ ആത്മാവ് ഇപ്പോഴേ വ്യാപരിച്ചു തുടങ്ങി. ഇങ്ങനെയുള്ള വീഴ്ചയും പിന്മാറ്റ അധർമ്മവും വർദ്ധിക്കുമ്പോൾ ഇതാണ് മാത്രമാണ് ലോകത്തിൽ സംഭവിക്കുന്നതെന്ന് ധരിക്കേണ്ട. മറുഭാഗത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും കർത്താവും അതിശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ശത്രു പിശാചായവൻ എത്ര ശക്തിയായി വശത്ത് പ്രവർത്തിക്കുന്നുവോ അതിനേക്കാൾ അതിശക്തമായി ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവന് 7 തലയും അല്ല 70 തലയും 10 കൊമ്പും അല്ല 10,000 കൊമ്പും ആയിട്ട് വന്നാലും ദൈവത്തിന്റെ പ്രവർത്തനത്തെ, ആത്മാവിന്റെ പ്രവർത്തനത്തെ അവനെ കീഴ്പ്പെടുത്തുവാൻ സാധ്യമല്ല. ഒരു എതിർ ക്രിസ്തുവിനാകട്ടെ, ഈ ലോകത്തിലെ സകല മനുഷ്യരെയും വഞ്ചിക്കുന്ന ഒരു മതനേതാവിനാകട്ടെ ദൈവത്തിന്റെ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുവാൻ കഴിയുകയില്ല. അത് നാൾക്കുനാൾ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ അന്ത്യകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സുവിശേഷീകരണത്തിന്റെയും ആത്മപ്രവർത്തനത്തിന്റെ ഫലമായി ഒട്ടും പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള ഫലം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷിക്കപ്പെടുന്ന അക്രൈസ്തവരായ പ്രമുഖരുടെ പേര് നാം ശ്രദ്ധിച്ചാൽ തന്നെ ലോക ടെന്നീസ് താരമായിരുന്ന മൈക്കിൾ ചാങ് താൻ രക്ഷിക്കപ്പെട്ട സുവിശേഷീകരിക്കുന്ന വ്യക്തിയായി തീർന്നിരിക്കുന്നു. ഇന്ത്യൻ ടെന്നീസ് താരം മഹേഷ് ഭൂപതിയും തന്നെ അമ്മയും രക്ഷിക്കപ്പെട്ടവരാണ്. ഇന്ന് യേശുവിനെ സാക്ഷിക്കുകയും ബൈബിൾ വായിക്കുകയും ചെയ്യുന്നു. കോട്ടയം പാർത്താസിന് ഉടമ ഒരു അയ്യപ്പനും കുടുംബവും രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ശബരിമലയിൽ തനിക്ക് പ്രത്യേക ഒരു റൂം തന്നെ ഉണ്ടെന്ന്. സിനിമാ നടനും സംവിധാനവും AVN രാജായും കുടുംബവും. അടുത്ത കാലത്ത് ഒരു ഉത്തരേന്ത്യൻ നടി, ഒരു നഗ്മ രക്ഷിക്കപ്പെട്ട സ്റ്റേജ് തോറും ക്ഷമയോച്ച് നടക്കുക. എന്റെ ആകാത്ത കാലത്ത് ശരീര സൗന്ദര്യ പ്രദർശനമൊക്കെ നടത്തി എത്രയോ യൗവനക്കാരെ വഴിതെറ്റിച്ചു. എല്ലാം ക്ഷമിക്കണേ, ഇപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടു. യേശുവാണ് ഏകരക്ഷകൻ. നോക്കൂ, അന്ത്യകാലത്ത് കർത്താവും പരിശുദ്ധാത്മാവും
അതിശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഭാരതത്തിൽ വലിയ ഉണർവ് ദൃശ്യമായതിനേക്കാൾ അധികം അദൃശ്യമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു വെള്ളത്തിലൊരു ഐസ് കട്ട കിടന്നാൽ അതിൽ 2/3 ഭാഗവും കാണാൻ കഴിയത്തില്ല, 1/3 ഭാഗമേ കാണാൻ കഴിയൂ. മുൻകാലം അനേകർ അബദ്ധം വന്നിട്ടുണ്ട്. കടലിൽ ഒരു മഞ്ഞുകട്ട കിടന്നാൽ ചെറുതല്ലേ, പക്ഷെ പിന്നീടാണ് മനസ്സിലായത് കാണുന്നതിന്റെ 1/2 ഭാഗം വലിപ്പം വെള്ളത്തിനടിയിലേക്കുണ്ട്. ഇതുപോലെ പ്രത്യക്ഷമായി കാണപ്പെടുന്നതിനേക്കാൾ ദൈവാത്മാവിന്റെ പ്രവർത്തനവും മത അല്ല, തെറ്റുപോകരുത്, അനേകർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പോലെ അങ്ങനെയല്ല, മനപരിവർത്തനവും കേരളത്തിലും ഇന്ത്യയിലും ലോകമെമ്പാടും നടന്നുകൊണ്ടേയിരിക്കുന്നു. റഷ്യയിൽ ഉണർവ്, ചൈനയിൽ ഉണർവ്, തിരിച്ച ക്യൂബയിൽ പോലും ആത്മദാഹത്തോടെ ആളുകൾ മുൻപോട്ട് കടന്നു വരുന്നു. ഇന്തോനേഷ്യ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, അതേ ലോകമെമ്പാടും പരിശുദ്ധാത്മാവിന് ഉണർവിന്റെ തിരമാല അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനകോടികൾ സത്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മ വിഷയം പ്രാപിച്ച് അനിവാഴ് സംസാരിക്കുന്നവരുടെ എണ്ണം ലോകത്തിൽ 50 കോടിയും കവിഞ്ഞ് മുൻപോട്ട് ദ്രുതഗതിയിൽ വളരുകയാണ്. ദൈവത്തിന്റെ പ്രവർത്തനത്തെ തടയുവാനും പരിശുദ്ധാത്മാവിനെ പിടിച്ചു നിർത്തുവാനും ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഇനി പാരമ്പര്യ ക്രിസ്തീയ സഭയിൽ നിന്ന് തന്നെ സത്യത്തിലേക്ക് വരുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൂടി വരികയാണ്. ധ്യാനപ്രസംഗകരായ സാനത്താനം, ദേവസ്യ മുല്ലക്കര, ഈ ചെറിയ കേരളത്തിൽ പാരമ്പര്യ സഭ ആരാധന രീതിയിൽ നിന്നും സത്യത്തിലേക്ക് അനേകർ കടന്നു വരികയാണ്. ഡോക്ടർ ജോർജ് മാത്യു പുതുപ്പള്ളി, കത്തോലിക്ക അച്ഛനായിരുന്ന മനക്കലച്ഛൻ, കൂടാതെ കത്തോലിക്ക സഭയിലെ തന്നെ അനേക ഗവൺമെന്റ് സിസ്റ്റേഴ്സ്, ഒരുപാട് പേര് രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും വേർപെട്ട് ആരാധിക്കുകയും സത്യസുവിശേഷം പ്രഘോഷിക്കുന്ന കാഴ്ച ഇന്ന് കേരളത്തിനൊരു പുതുമയല്ല. കർത്താവ് വലിയ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ നമുക്ക് ഒരു ദൗത്യം. എന്താണ് നമ്മുടെ ദൗത്യം? നമ്മുടെ ദൗത്യം കർത്താവിനോട് ചേർന്ന് അവന്റെ കൂട്ടുവേലക്കാരായി തീരുക എന്നുള്ളതാണ്. വിശുദ്ധ പൗലോസ് പറയുന്നു, ഞങ്ങൾ ക്രിസ്തുവിന്റെ കൂട്ടുവേലക്കാർ. ഞങ്ങൾ തന്നെ ചെയ്യുന്നൊന്നുമല്ല, കർത്താവ് തന്നെ ചെയ്യുന്നൊന്നുമല്ല. കർത്താവ് പ്രവർത്തിക്കുന്നു, കർത്താവിനോട് ചേർന്ന് ഞങ്ങളും പ്രവർത്തിക്കുന്നു. ഈ അന്ത്യകാലത്ത് ക്രിസ്തുവിനോടും ക്രിസ്തുവിന്റെ സത്യവേലക്കാരോടും പരിശുദ്ധാത്മാവിനോടും ചേർന്ന് കൂട്ടുവേലക്കാരായി അതാതിടങ്ങളിൽ പ്രവർത്തിപ്പാൻ സന്മനസ്സുള്ള ആളുകൾ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേട്ടെ. ആമേൻ. ദൈവത്തിന് നിങ്ങളെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ ഉദ്ദേശമുണ്ട്. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് എന്താണ്? ഞാൻ കള്ളനെ പോലെ വരും, തന്റെ ലജ്ജ കാണുമാറ്. വായിക്കണം. ഞാൻ കള്ളനെ പോലെ വരും, തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. ഞാൻ കള്ളനെ പോലെ വരും, തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. വസ്ത്രം ധരിക്കാത്തവനായോ ഉടുപ്പില്ലാത്തവനായോ കാണപ്പെടരുത് എന്ന് ദുഃഖകരെന്ന് പറയട്ടെ. ഈ കാലങ്ങളിലും ക്രിസ്തുവിനെ ഞാൻ അനുഗമിക്കുന്നു, ദൈവത്തിന്റെ കർത്താവിന് പിന്നാലെ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അനേകരും വസ്ത്രം ധരിക്കാതെയാണ്. യേശുവിന്റെ കാലത്ത് യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുമ്പോൾ വായിക്കുന്നവർക്കെല്ലാം ചിരിയുളവാക്കുന്നൊരു സംഭവം ഉണ്ടായി. മർക്കോസ് 14:51-52 വാക്യങ്ങളിൽ യേശുവിനെ ക്രൂശിക്കാനായി കൊണ്ടുപോകുമ്പോൾ അവിടെ ഒരു ചെറുപ്പക്കാരൻ നടന്നു പോകുന്നത് കണ്ടു. തണുപ്പല്ലേ, അവന്റെ വസ്ത്രമൊക്കെ പുതപ്പൊക്കെ പതിച്ചു പോവുകയാണ്. പടയാളികൾ അവനെ കയറി പിടിച്ചു. പിന്നുള്ള സംഭവം, പിടിച്ച പുതപ്പിന് കയറി പിടിച്ചു, വിട്ടിട്ട് പോയി, ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് അനേക യൗവനക്കാരും അനേക ദൈവമക്കളും ഇതുപോലെയാണ്. നഗ്നനായി നടക്കാതിരിപ്പാൻ, ജീവിതമില്ലാതെ ക്രിസ്തുവിനെ പിൻപറ്റുന്നു എന്ന് അവകാശപ്പെടുന്നവർ,
ഹൃദയാന്തർഭാഗത്ത് ശരിയായ വിശ്വാസവും ശരിയായ തീരുമാനമില്ലാതെ ഞാൻ കർത്താവിനെ പിൻപറ്റുകയാണെന്ന് അഭിമാനിക്കുന്നവർ, നിസ്സാര കാര്യം മതി എല്ലാം കലവും തല്ലി ഉടയ്ക്കുവാൻ. ഈ അടുത്ത കാലത്ത് ഒരാളെ കുറിച്ച് കേട്ടു. ഒരാൾ നമ്മുടെ ഒരു കൂട്ടായ്മ ഒന്ന് പങ്കെടുത്തു. പുതിയ വിശ്വാസിയാണ്. വന്നപ്പോൾ വലിയ ഉണർവ്, നല്ല പാട്ട്, നല്ല സാക്ഷി, പാട്ട് ഉണ്ടാക്കി പാടാനും കവിത ഉണ്ടാക്കി ആലപിക്കുവാൻ നല്ല മിടുക്കൻ, ഇത് കേൾക്കാനും രസം, പാടാൻ പുള്ളിക്ക് അതിനേക്കാൾ ഹരം. അങ്ങനെ സഭയിൽ മിക്കവാറും ഞായറാഴ്ച തനിക്ക് അല്പസമയമുണ്ട്. ഏതോ ഒരു ഞായറാഴ്ച സഭാ ശുശ്രൂഷകൻ പറഞ്ഞു, ഇന്നിപ്പോഴും പാടാനും എടുക്കാനൊന്നും സമയമില്ല, വെറുതെ ഇറങ്ങി ഇരുന്നാട്ട്. പിന്നെ സഭയെ വന്നിട്ടില്ല. സഭയെ വന്നിട്ടില്ലെന്ന് തന്നെയല്ല, വിശ്വാസം പിന്മാറിപ്പോയി, മദ്യപാനിയുമായി ലോകമനുഷ്യനെ പോലെ ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ എങ്ങനെ പിൻപറ്റി? ഒരു കവിതയുടെയോ പാട്ടിന്റെയോ സാക്ഷ്യത്തിന്റെയോ വെറും പതിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതേ, ഇന്ന് അനേകർക്കും കാണിക്ക കൊടുക്കുന്നതിന്റെയും സാക്ഷ്യം പറയുന്നതിന്റെയും ശുശ്രൂഷകരെ ബഹുമാനിക്കുന്നു എന്ന പോലെയും പൊതുക്കാര്യം പങ്കെടുക്കുന്ന പോലെയുള്ള പുറം പുതപ്പ് മാത്രമേ ഉള്ളൂ. അവരെ ഒന്ന് തൊട്ടു നോക്കണം, അവരെ തെറ്റ് തിരുത്തി നോക്കണം, ഒന്ന് ശാസിച്ചു നോക്കണം, ഏതെങ്കിലും കാര്യങ്ങൾ ഒരു വിലക്ക് പറഞ്ഞു നോക്കണം, ഉടൻ സകലവും വിട്ടുപോകത്തക്കവണ്ണം. അതുകൊണ്ടാണ് ഞാൻ കള്ളനെ പോലെ വരും, നഗ്നനായി നടക്കാതിരിപ്പാൻ നിന്റെ ഉടുപ്പ് സൂക്ഷിച്ചുകൊള്ളുന്നവൻ ഭാഗ്യവാൻ. നമ്മുടെ ദൈവം നമുക്ക് എത്രയോ നല്ല വസ്ത്രങ്ങൾ തന്നിട്ടുണ്ട്. രക്ഷാവസ്ത്രം, നീതിയുടെ വസ്ത്രം, സ്തുതി എന്ന മേലാട, ചിത്രത്തൈലുള്ളതായ വസ്ത്രം, വെള്ളവസ്ത്രം ആദിയായ വസ്ത്രങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു കേൾപ്പിക്കണ്ട. നിങ്ങൾക്കറിയാം. ഇതൊന്നും നഷ്ടപ്പെടാതെ സൂക്ഷിച്ചുകൊള്ളുക. ഒരു പഴയ പാട്ടുണ്ട്, എന്റെ നാഥൻ തരുന്ന ഉടയാടെ ഒന്നും കളഞ്ഞിടല്ലേ, പിന്നെ കരഞ്ഞിടല്ലേ എന്നാണ്. നമുക്ക് ലഭിക്കുന്ന ആത്മീയ വസ്ത്രങ്ങൾ നഷ്ടപ്പെടുത്തുകയും പിന്നീട് നിലവിളിപ്പാൻ ഇടവരരുത്. ഞാൻ കള്ളനെ പോലെ വരും, നീ ഉടുപ്പ് സൂക്ഷിച്ചുകൊള്ളുന്നവൻ ഭാഗ്യവാൻ. യേശു ഒരു ഉപമ പറഞ്ഞതിൽ, പന്തിയിൽ ഇരിക്കുവാൻ ചെന്ന് ഒരുവൻ കല്യാണ വസ്ത്രമില്ലാതെ ചെന്നു. മത്തായി 22:11 വായിക്കുന്നത്. അവനോട് ചോദിച്ചു, നിന്റെ കല്യാണ വസ്ത്രമില്ലാതെ അകത്ത് വന്നത് എങ്ങനെ? പന്തിയിൽ നിനക്ക് എങ്ങനെ സ്ഥാനം കിട്ടി? ഇവനെ പിടിച്ചുകെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവീൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. നാം ദൈവജനത്തിന്റെ പന്തിയിൽ ഇരിക്കുന്നുണ്ടാവാം, കർത്തൃവേശിയിൽ പങ്കുകൊള്ളുന്നുണ്ടാവാം, നാം അനേക വിശ്വാസികളോടൊപ്പവും ശുശ്രൂഷകളോടൊപ്പവും കാണപ്പെടുന്നുണ്ടായിരുന്നേക്കാം. പൊതുകാര്യങ്ങളിൽ നാമും ദൈവജനത്തിന് മധ്യ ഒരു വ്യക്തിയായി കാണപ്പെടുന്നുണ്ടായിരുന്നേക്കാം. കല്യാണ വസ്ത്രമുണ്ടോ? നമ്മുടെ കർത്താവിന് വീണ്ടും വരവിനായിട്ടുള്ള ഒരുക്കത്തോടുകൂടെയും ഈ ഉപദേശ സത്യങ്ങൾ ഏറ്റതായ ജീവിതമുള്ളവനായും കർത്താവിന് വരവിന്റെ പ്രത്യാശയുള്ളവനായും എല്ലാറ്റിനുപരി യേശുവിന്റെ സ്വഭാവമുള്ളവനായി കാണപ്പെടാൻ കഴിയുന്നുണ്ടോ? ഇല്ല എന്ന് വരികിൽ കർത്താവ് വരുമ്പോൾ വിശുദ്ധന്മാർ ചേർക്കപ്പെടുമേ, നാം പുറത്തുള്ളിലേക്ക് തള്ളിക്കളയപ്പെടുവാൻ ഇടയായിത്തീരും. ഇനി ഒരു ശുശ്രൂഷകന്റെ കാര്യം കൂടെ, അതാണ് പത്രോസ്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, കർത്താവ് മരിച്ച് അടക്കം ചെയ്യപ്പെട്ട് ഇതിന് ശേഷമായി ശിഷ്യന്മാർ മത്സ്യബന്ധനത്തിനായി പോയി. അവരവിടെ പോയി മത്സ്യബന്ധനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും കിട്ടിയില്ല. യേശു ഒന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ടു. തുടർന്ന് കർത്താവിന്റെ ആ അനുഗ്രഹപ്രകാരം വലവീശി ഒരുപാട് മത്സ്യം കിട്ടി. ആ സമയം ആരോ പറഞ്ഞു, ആ കരയ്ക്ക് നിൽക്കുന്നത് കർത്താവാണെന്ന് പറഞ്ഞു. ഇത് കേട്ട മാത്രയിൽ പത്രോസ് എടുത്ത് വെള്ളത്തിലിട്ടൊരു ചാട്ടം, തവളയാടുന്നത് പോലെ. കാരണം എന്താ? എഴുതിയിട്ടുണ്ട്, നഗ്നനാകയാൾ അങ്കി അരയ്ക്ക് ചുറ്റി വെള്ളത്തിൽ ചാടി. എന്തോരപ്പോസ്തലൻ! ഇത്രയും ഗംഭീരമായി ശുശ്രൂഷ ചെയ്യുകയും എല്ലാവർക്കും നേതൃത്വം കൊടുക്കുകയും ഇത്രയും വലിയ മീൻകൂട്ടത്തെയൊക്കെ പിടിക്കുകയും ആത്മാക്കളെ നേടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കവേ കർത്താവിന് മുൻപിൽ വന്നപ്പോൾ അവനൊരു കുറ്റബോധം, ഞാൻ വസ്ത്രമില്ലാത്തവനായിരിക്കുന്നുവല്ലോ. ഇതല്ല, അങ്ങനെയുള്ളവർ ലജ്ജിക്കേണ്ടി വരും.
അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ നാം ഒരു സംഭവം കാണുന്നു. ഒരു പുരോഹിതന്റെ 7 മക്കൾ ഭൂതശാന്തി നടത്താനായിട്ട് പുറപ്പെട്ടു. അവര് പറഞ്ഞു, പൗലോസും മറ്റും പ്രസംഗിക്കുന്ന ആ യേശുവിന്റെ നാമത്തിൽ ഭൂതത്തോട് പോ എന്ന് പറഞ്ഞു. ഭൂതം പോവോ? യേശുവിന്റെ നാമത്തിന് ശക്തിയുണ്ട്, പൗലോസ് അപ്പോസ്തലനാ, അതുകൊണ്ട് ഇവര് പറഞ്ഞാ പോകുമോ? പിശാച് പച്ചയ്ക്ക് പറഞ്ഞു, യേശുവിനെ അറിയാം. പിന്നെ സാത്താൻ അറിഞ്ഞുകൂടെ? പൗലോസിനെയും പരിചയമുണ്ട്, തീർച്ചയായും വിശുദ്ധന്മാരെ സാത്താൻ അറിയാം, നിങ്ങളാരാ പറയാൻ? അവരുടെ മേൽ ചാടി വീണിട്ടവരെ ആക്രമിച്ച് മുറിവേറ്റവരും വസ്ത്രമില്ലാത്തവരുമായി ഓടി രക്ഷപ്പെടേണ്ടി വന്നുവെന്നാണ്. ഇതുപോലെ ശുശ്രൂഷ അതേ ആത്മീയ വസ്ത്രത്തോടും ദേഹത്തോടും കൂടെ ചെയ്യാതിരുന്നാൽ ഒടുവിൽ മുറിവേറ്റവരും ലജ്ജിതരുമായി വിട്ടോടേണ്ടതായ സന്ദർഭമുണ്ടാകും. നോക്കുക, യേശു പറഞ്ഞ കള്ളനെ പോലെ വരും, തന്റെ വസ്ത്രം ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. ഈ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നവന് ഒരുപാട് പ്രവചനങ്ങൾ നിവൃത്തിയാണ്. മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ വിശേഷത്തിലും മർക്കോസിന്റെ വിശേഷത്തിലും തന്റെ വരവിനോട് അനുബന്ധിച്ച സംഭവങ്ങൾ കർത്താവ് പറഞ്ഞു ഓരോന്നും നിറവേറുന്നു. പകർച്ചവ്യാധികൾ, ഭൂകമ്പങ്ങൾ. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ എത്രയോ ഭൂകമ്പങ്ങൾ ഉണ്ടായി. ആൻഡമാൻ ദ്വീപിന് സമീപം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു ഭൂകമ്പം ഉണ്ടായിട്ട് അതിന്റെ വ്യാപ്തി ജപ്പാൻ വരെ പോയി. അതിന്റെ ആഘാത നിമിത്തം സുനാമി ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടെയും അവിടെ എല്ലാം കൊടുക്കേണ്ടി വന്നെങ്കിലും അതെല്ലാം ഒഴിഞ്ഞുപോയി. 7 രാജ്യങ്ങളിൽ സുനാമിയുടെ മുന്നറിയിപ്പ് കൊടുക്കേണ്ടി വന്നു. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 15-ന്, ഓഗസ്റ്റ് മാസം 22-ാം തീയതി സൗദി അറേബ്യയിൽ അവിടെ ഭൂകമ്പം ഉണ്ടായി. ഓഗസ്റ്റ് 28 ചൈനയിൽ ഭൂചലനം ഉണ്ടായി. ഇന്ന് ഒരു വാർത്ത, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സുനാമി ഉണ്ടാകുന്ന മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു പോലും. നാൾക്കുനാൾ ഭൂചലനങ്ങളും പ്രകൃതിക്ഷോഭവും കർത്താവ് എന്തെല്ലാം അരുളി ചെയ്തോ അതിൽ അനുദിനവും നടക്കുന്നു. നമുക്ക് ഉണരാം. കർത്താവിന്റെ വരവ് നീണ്ടുപോകുമോ? ആമേൻ. ഇത്രയും കേട്ടതിൽ നിന്ന് കർത്താവിന്റെ വരവ് ഇനി അധികം താമസിക്കുകയില്ല എന്നുള്ള റവബോധം ദൈവം നമ്മുടെ ഹൃദയം തന്നിരിക്കുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു വരാറായി. നാം നമ്മോട് തന്നെ ദിനം പ്രതി പറയണം, എന്റെ യേശു വരാറായി. നാം ഒരു പാട്ട് പാടിയല്ലോ, എന്റെ യേശു വെളിപ്പെടാറായി. ആരോട്? ആദ്യം നമ്മോട് തന്നെ പറയണം, എന്റെ യേശു വരാറായി. നാം നമ്മോട് തന്നെ ദിനം പ്രതിയും നിമിഷം പ്രതിയും പറയണം. അടുത്തത്, നാം ഒരുങ്ങണം. ഇനിയൊരു ദൗത്യമുണ്ട്. യേശു വരാറായി എന്ന് നാം നമ്മോട് തന്നെ മാത്രമല്ല, നാം ഇത് മറ്റുള്ളവരോടും പറയണം. എത്ര പേരോട് പറയാമോ അത്രയും പേരോടും പറയണം. കുറഞ്ഞപക്ഷം ഒരു ദിവസം ഒരാളുടെ കയ്യിലെങ്കിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് യേശു വരാറായി എന്നൊരു സന്ദേശം നാം കൊടുക്കണം. കർത്താവിന്റെ വരവിനായി നാം നമ്മളെ ഒരുക്കുകയും മറ്റുള്ളവരെ ഒരുക്കുകയും ചെയ്യണം. ഇതാണ് നമ്മളുടെ ദൗത്യം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവെടുത്തിരിക്കുമ്പോൾ നാം ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചുരുക്കമായി പറഞ്ഞ് നേരത്തെ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. 1, സത്യത്തെ പിൻപറ്റണം. കർത്താവിന് വരവിന്റെ ലക്ഷണങ്ങളെല്ലാം നിറവേറുകയും യേശു വരാറായി, അവന്റെ വരവെടുത്തുപോയി, അവൻ വാതുക്കലായിരിക്കുന്നുവെന്ന് ബോധ്യം വന്നിരിക്കെ സത്യത്തെ പിൻപറ്റണം. ഇതുവരെയും കർത്താവിനായി ഹൃദയം കൊടുത്ത് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി എന്നുള്ളതായി ഉറപ്പ് പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ദിവസത്തേക്കോ അടുത്ത നിമിഷത്തേക്കോ മാറ്റിവെക്കാതെ ഇപ്പോൾ തന്നെ കർത്താവിനായി ഹൃദയം കൊടുക്കുക. ഈ മീറ്റിംഗ് അവസാനിക്കുമ്പോൾ തന്നെ മുൻപോട്ട് കടന്നുവന്ന് എന്റെ ഹൃദയം ഞാൻ കർത്താവിനായി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞ് സമർപ്പിക്കുക. കാരണം നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ് ഇത്രയെങ്കിലും അവന്റെ വരവ് നീട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ഇത് അധികം നീട്ടിക്കൊണ്ടുപോകയില്ല. അവന്റെ വരവെങ്കിൽ നാം കാണപ്പെടേണ്ടതിനായി മാനസാന്തരപ്പെട്ട തിരിയുക.
കർത്താൻ അവരവിടത്തിരിക്കുന്നു എന്ന് ബോധ്യം വന്നോ, ശരിയായ സ്നാനം, മുഴുവൻ സ്നാനമേൽക്കണം. കർത്താവിന്റെ വരവെങ്കിൽ പോകണമെങ്കിൽ, ദൈവരാജ്യത്തിൽ കിടക്കണമെങ്കിൽ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങിയുള്ള അഭിഷക്തനായ വ്യക്തികളുടെ സ്നാനം ഏറ്റേ മതിയാകുള്ളൂ. അത് വേണ്ടായിരുന്നു വരികിൽ അപ്പോസ്തലന്മാര് വഞ്ചിക്കപ്പെട്ടു പോയി, അവരെ പിൻപറ്റതായ ജനകോടികൾ വഞ്ചിക്കപ്പെട്ടു പോയി. ഒരിക്കലും അങ്ങനെയല്ല, അത് വചനത്തിന്റെ സത്യമാണ്. ഇന്ന് അവന്റെ വരവിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ലയോ? എത്ര വേഗം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക? ചില ചോദിക്കും, പരിശുദ്ധാത്മാവിനെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്, അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുവാൻ നമുക്കുള്ള ആഗ്രഹത്തെക്കാൾ നമുക്ക് തരണമെന്ന ആഗ്രഹമാണ് കർത്താവിന് അധികം ഉള്ളത്, നമ്മെക്കാൾ അധികം. എന്റെ ചെറുപ്പത്തിൽ പലപ്പോഴും ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കളിച്ചും വിളയാടിയും നടക്കും. രാവിലെ ഉള്ള പ്രഭാത ഭക്ഷണ സമയമായാലും നമ്മൾ ശ്രദ്ധിക്കത്തില്ല, ഉച്ചഭക്ഷണ സമയമായാലും അതൊന്നും ഓർമ്മയില്ല. പക്ഷേ കൃത്യസമയമാകുമ്പോൾ അമ്മ വിളിക്കും, കാപ്പി കുടിച്ചിട്ട് പോ, വന്ന ഊണ് കഴിക്ക്. എന്താ? ഇതിനേക്കാൾ സ്വർഗസ്നായ പിതാവ് എത്ര കരുതലുള്ളവനാണ്. നാം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണമെന്ന് നമുക്കുള്ള ആഗ്രഹത്തെക്കാൾ ഉപരി നമുക്ക് തരുവാൻ അവൻ വാഞ്ചിച്ച് കാത്തിരിക്കുകയാണ്. നാം വിശ്വാസത്തോടെ അത് പ്രാപിച്ചാൽ മാത്രം മതിയാകും. സത്യം മനസ്സിലായ ഒരു വ്യക്തി ആ സത്യത്തിന് വിരുദ്ധമായ സ്ഥാനത്ത് തുടരരുത്, വേർപെട്ടേ മതിയാകുള്ളൂ. കർത്താവിന് വീണ്ടും വരവിനായി ഒരുക്കുവാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനം പര്യാപ്തമല്ല എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഉണർത്തിക്കുന്നെങ്കിൽ നിൽക്കുന്നിടത്തുനിന്ന് വേർപെടണം. വരവിന് വേണ്ടി ഒരുക്കുവാൻ തക്ക ഉപദേശം നൽകുന്ന ശുശ്രൂഷകരുള്ള സഭയേത്? കർത്താവിന്റെ വരവിന്റെ പ്രത്യാശയോടെ ജീവിച്ച് വരവിനായി ഒരുക്കത്തക്കവണ്ണമുള്ള ആത്മാവിനും സത്യത്തിനും ആരാധന എവിടെ? അവിടേക്ക് ഒരു നിമിഷം മുമ്പേ ഐക്യപ്പെടണം. അതേ പ്രിയമുള്ളവരെ, കർത്താവിന്റെ വരവെടുത്തിരിക്കുന്നുവെന്ന് ദൈവത്തെ ആത്മാവ് ഉണർത്തിക്കുമ്പോൾ നാം അവന്റെ കൽപ്പനകളെയും സത്യത്തെയും ഒന്നൊന്നായി പിൻപറ്റി നമുക്ക് അവന്റെ വരവിന് വേണ്ടി ഒന്ന് തയ്യാറെടുക്കാം. കർത്താവിന് വരവേറ്റം അടുത്തു വന്ന് പാടുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്ന ദൈവമക്കളുടെ ശ്രദ്ധയ്ക്ക് കടക്കാരായിരിക്കരുത്. കഴിഞ്ഞ കാലങ്ങളിൽ ഏതെങ്കിലും കാരണവശാൽ കടബാധ്യതകൾ ഉണ്ടെങ്കിൽ എത്രയും വേഗം കൊടുത്തു തീർത്തുകൊള്ളുക. വസ്തുവില്ലെങ്കിൽ വീടിന് മുറ്റം വരെയും എഴുതി വിറ്റായാലും കടഭാരം വെടിഞ്ഞ് ആരോടും കടപ്പാടില്ലാതെ സ്വസ്ഥതയോടെ സമാധാനത്തോടെ കർത്താവിന് വരവിനായി കാത്തിരിക്കുവിൻ. കർത്താവിനെ വരവെടുത്തിരിക്കുമ്പോൾ കൂടുതൽ പ്ലാനുകളിട്ട് ലോണെടുക്കുവാനും കടം വാങ്ങിക്കുവാനും തുനിയാതിരിക്കുന്നത് യഥാർത്ഥ പ്രത്യാശയുള്ള വ്യക്തിയുടെ ലക്ഷണമാണ്. ദൈവത്തിന് സ്തോത്രം. അത്യാവശ്യമല്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ, നമുക്ക് താമസിപ്പാൻ വീട് വേണം, ദൈവം തന്നിരിക്കുന്നു, സാഹചര്യം തന്നിരിക്കുന്നു, പക്ഷേ അത്യാവശ്യമായത് ഒഴികെ ഉള്ളതിനേക്കാൾ അധികം ഒരു കൺസ്ട്രക്ഷൻ വേണ്ട. കർത്താവ് വരാറായി എന്ന് പറയുകയും പ്രത്യാശിക്കുകയും നാം തന്നെ ഇങ്ങനെ ചെയ്താൽ മറ്റുള്ളവർക്ക് എങ്ങനെ കർത്താവിന്റെ സന്ദേശം ലഭിക്കും? നമ്മുടെ വാക്കുകൊണ്ട് മാത്രമല്ല, നമ്മുടെ പ്രവൃത്തി കൊണ്ടും യേശു വരാറായി എന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടണം. അടുത്തത്, നാം ആത്മാക്കളെ നേടാനല്ലാതെ പണസമ്പാദനത്തിനായി ആരാധന സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥലത്തേക്ക് പോകരുത്. ഇന്നിവിടെ 5000 രൂപകൾ ശമ്പളം പറ്റിക്കൊണ്ടിരിക്കുന്നു. 7000 രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ ആരാധനയോ ദൈവമക്കളോ തിരുവചനം വേദവസ്തു പോലും കൊണ്ടുപോകുവാൻ കഴിയാത്ത സ്ഥലത്തും പോകുവാൻ വിശ്വാസികൾ റെഡിയാ. യേശു വരാറായി എന്ന് പറയുകയും അങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്താൽ അവിടെ നിന്നുകൊണ്ട് എങ്ങനെ വരവിനൊരുങ്ങുവാൻ കഴിയും? കൂട്ടായ്മ, അപ്പോസ്തലിക ശുശ്രൂഷകർ, ആത്മാവിൽ സത്യത്തിനും ആരാധന, ആത്മീയ അന്തരീക്ഷവും ഇതുണ്ടായിരുന്നിട്ട് തന്നെ അപ്പോൾ ഇതൊന്നും ഇല്ലാത്തിടത്തു പോയി. പ്രിയ സ്നേഹിത, അവൻ വരുമ്പോൾ
എടുക്കപ്പെടത്തക്കൊണ്ട് എങ്ങനെ ഒരുങ്ങുവാൻ കഴിയും? അങ്ങനെ വേണമെങ്കിൽ ഒരു ആരാധന ഇല്ലാത്തിടത്തോ ശുശ്രൂഷ ഇല്ലാത്തിടത്തോ പോയിക്കൊള്ളുക. ആദ്യത്തെ ലക്ഷ്യം അവിടെ ചെന്ന് ആത്മാക്കൾ നേടണമെന്നാണെങ്കിൽ സമ്മതിച്ചിരിക്കുന്നു. അതല്ലാതെ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറെ കൂടെ പണം അതിനുവേണ്ടി വാഞ്ചിച്ചു പോകുന്നെങ്കിൽ കർത്താവിന്റെ വരവ് അടുത്തുവന്ന് വാഗുണ്ട് പറയുകയും പ്രവൃത്തിയിൽ നിഷേധിക്കുകയും ചെയ്യുന്നവരായി തീരും. അങ്ങനെ നമുക്ക് വരാതിരിക്കട്ടെ. ആവശ്യത്തിലധികം പണമോ സാധനങ്ങളോ നാം ചേർത്ത് വയ്ക്കരുത്. കർത്താവ് വരാറായിരിക്കുമ്പോൾ ലക്ഷണത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസ് വിശേഷം 21:34 വാക്യം, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം കണി പോലെ വരാതിരിപ്പാൻ. അതിഭക്ഷണം എന്താണ് ഉദ്ദേശിക്കുന്നത്? കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്ത് തിന്നും എന്തു കുടിക്കും എന്തുടുക്കുമെന്ന് ശരീരത്തിനായി ജീവനായും ഭാരപ്പെടരുത്. സ്വർഗസ്നാപിതാവുടെ ആവശ്യങ്ങൾ അറിയുന്നു. ഒരു കാലത്ത് പെന്തക്കോസ്ത് ജനം ഈ വസ്ത്രം മാറുമ്പോൾ അടുത്തത് ഉടുക്കാൻ എന്ന് ചിന്തിച്ച് ഇല്ലല്ലോ എന്ന് വിചാരപ്പെട്ടവരായിരുന്നു. നമ്മുടെ വിശ്വാസ വീടുകളിൽ ഇപ്പോഴും വിശ്വസിക്കാൻ തോന്നുകയില്ല. ഒരേ ഒരു വസ്ത്രമുള്ളത് കൊണ്ട് ജീവിക്കുകയും ആളുകൾ കാണാൻ വരുമ്പോൾ അതേ അരവാതിൽ അടച്ച് മറഞ്ഞു നിന്ന് സംസാരിക്കേണ്ടി വന്നിട്ടുള്ള സാഹചര്യം നമ്മുടെ വിശ്വാസ വീടുകളിലുണ്ട്. രായ്ക്ക് രാമായണം കഴുകി ഉണക്കി ഉപയോഗിക്കേണ്ടതായ സാഹചര്യം വന്നിട്ടുണ്ട്. നമ്മുടെ ഏക വിശ്വാസികൾക്കും അടുത്ത ഒരു നേരം എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്താഹാരം ഞാൻ കൊടുക്കും എന്ന വ്യാകുലപ്പെട്ട സന്ദർഭമുണ്ട്. എന്ത് തിന്നും എന്തു കുടിക്കും എന്തുടുക്കും. ഇപ്പോൾ അങ്ങനെയല്ല, ഏത് തിന്നണം കാരണം ഒരുപാടിരിക്കുകയാണ്. ഏത് കുടിക്കണം, പിന്നെ ഏത് ഉടുക്കണം. തമ്പുരാനെ, സാരി എത്ര, ജീൻസ് എത്ര, നല്ല മുന്തിയ തരം ഷർട്ട്സ് എത്ര, ഇതല്ല ഇത് ഏതായി കൊടുക്കണ്ടെന്ന് വലിയ അലമാര തുറന്നു കഴിഞ്ഞാൽ ആകെ ഒരു സംഭ്രമം. ഇതിൽ ഏത് വേണം ഇന്ന് കൊണ്ടുപോകാൻ? ബൈബിൾ ക്ലാസ് അല്ലേ, അതും സ്പെഷ്യൽ ബൈബിൾ ക്ലാസ്സും അതും ഫൈനൽ ഡേയും. ഏത് കൊണ്ടുപോകണോ അപ്പാ? ഒരു കാര്യം ശ്രദ്ധിക്കുക, ചിരിപ്പാൻ വരട്ടെ, അത്യാവശ്യത്തിനല്ലാതെ വണ്ണം അധികമായൊരു കർച്ചീഫെങ്കിലും വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവവൈതൽ കർത്താവിൽ പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒന്നുകൂടെ പറയാം, നമുക്ക് ചുറ്റും നമ്മോളം ഭാഗ്യമില്ലാതെ ഭക്ഷിപ്പാനും കുടിപ്പാനും ധരിപ്പാനും പോലും നമ്മളോട് ഭാഗ്യമില്ലാതെ നമുക്ക് അടുക്കയോ നമ്മളെക്കാൾ ദൂരെയോ അനേകർ ഇന്ന് ജീവിക്കുമ്പോൾ നമ്മുടെ അത്യാവശ്യത്തിലധികമായി വസ്ത്രം നാം സൂക്ഷിച്ചു വെച്ച് ഇരട്ടവാലം തിന്നാൻ അനുവദിക്കുന്നെങ്കിൽ കർത്താനവരുവെങ്കിൽ പോകത്തക്ക പ്രത്യാശ എവിടെ? ദൈവത്തിന് സ്തോത്രം. ഞാൻ ഏറെക്കുറെ അങ്ങനെ ജീവിക്കുന്നു. എങ്കിലും ഈ വചനം പഠിപ്പിക്കുവാൻ, ഇതേ വാചകം പറയുവാൻ ചിന്തിച്ച് ധ്യാനിച്ചു വരുമ്പോൾ ഒന്നുകൂടെ ശോധന ചെയ്തു, ഒന്നുകൂടെ എല്ലാം ഒന്ന് നോക്കി, പെട്ടിയെല്ലാം ഒന്ന് നോക്കി, മൊത്തം നോക്കിയിട്ട് എന്റെ അത്യാവശ്യം അധികമുള്ളത് ഓരോന്നും കൊടുക്കാൻ അവസരം കിട്ടിയില്ല, മാറ്റി വെച്ചിട്ട് വന്നിരിക്കുകയാണ്. കുറച്ചൊക്കെ ഉള്ളൂ, എങ്കിലും എന്റെ അത്യാവശ്യമായ ഒരു കച്ചീഫ് പോലും ഇപ്പോൾ അവിടെ ഇല്ല. ദൈവമക്കളെ, കർത്താവിന്റെ വരവ് എന്ന് നാം വാഗുകൊണ്ട് പറയുമ്പോൾ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അത് വരേണ്ടതല്ലേ? ഈ വേദപാഠ ക്ലാസ്സിലൂടെ കർത്താവിന്റെ വരവ് ഇതുവരെ ഞാൻ ചിന്തിച്ചതിനേക്കാൾ അടുത്തുപോയി എന്ന ബോധ്യം വന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങുന്നതിന് മുൻപ് ആ പെട്ടിയലമാരി ഒന്ന് തുറന്നിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും കുടുംബത്തിലുള്ളവർക്കും അത്യാവശ്യമായി ഉപയോഗിക്കുന്നതിനുള്ളത് മാറ്റിവെച്ചിട്ട് ബാക്കിയെല്ലാം എടുത്തടക്കി വെച്ച്
അതിന് അർഹരായ ആളുകളെ കണ്ടെത്തി കൊടുത്താട്ടെ. നമ്മുടെ ഭാരം ഒഴിഞ്ഞു, മറ്റുള്ളവർക്ക് ഉപകാരമായി തീർന്നു, ദൈവനാമം മഹത്വപ്പെട്ടു. നാം നമ്മോട് ഒന്നും കൂടെ കർത്താവിന്റെ വരവിനായി ഒരുങ്ങുവാൻ ഒരു സന്ദേശവും പ്രേരണയും കൊടുക്കുന്നവരായി തീർന്നു. അതുപോലെയാണ് പണവും. പണം എന്നത് ഒരു വലിയ പിശാചാണ്. വരുംതോറും അത് കൂട്ടി വെക്കണം. 10 വരുമ്പോൾ 100 ആക്കണം, 100 വരുമ്പോൾ 1000 ആക്കണം, 1000 10,000 ആക്കണം, 10,000 കിട്ടിയപ്പോൾ 1,00,000 ആക്കണം. അപ്പൊ 10 എങ്ങനെ ജീവിച്ചതെന്ന് സ്വയം ചോദിച്ചാൽ അതൊക്കെ അവിടെ ഇരിക്കട്ടെ എന്ന് പറയും. അതന്നല്ലേ? ദൈവമക്കളെ, യേശു വരാറായിരിക്കുമ്പോൾ നമ്മുടെ പണം പരമാവധി ചുരുക്കമായി നാം സ്വന്തം ചെലവഴിച്ചിട്ട് ബാക്കി വളരെ അത്യാവശ്യമുള്ളൊരു സംഗതിയുണ്ട്. ആർക്ക് പറയാം? കൃപയുടെ വാതിലടയുന്നതിന് മുൻപേ, സുവിശേഷത്തിന്റെ വാതിലടയുന്നതിന് മുൻപേ, അധർമ്മമൂർത്തി ലോകത്തേക്ക് വെളിപ്പെടുന്നതിന് മുൻപേ, കർത്താവിന്റെ വരവിന് സഭ എടുക്കപ്പെടുന്നതിന് മുൻപേ എത്രയോ നശിച്ചു പോകുന്ന ആത്മാക്കളുടെ രക്ഷയിലേക്ക് നാം നയിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മുടെ പണം ചെലവിടുക. നമ്മൾക്ക് അത്യാവശ്യമായ ഇരുന്നോളട്ടെ. വെറും കൈയോടെ ജീവിക്കണമെന്ന് പറയുന്നില്ല. വിശ്വാസികൾ നയിക്കുന്നതാ ഞങ്ങൾ പോലും വെറും കൈയോടെ ജീവിക്കുന്നില്ല. കർത്താവിന്റെ വേലയ്ക്ക് ചെലവഴിക്കേണ്ട അത്യാവശ്യമായി ഞങ്ങളുടെ പക്കലുണ്ട്. പക്ഷേ വിശ്വാസികളോ ശുശ്രൂഷകരോ അത്യാവശ്യമായ കാര്യത്തിനൊഴികെ ബാക്കിയുള്ളത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നില്ലെങ്കിൽ നിങ്ങളായാലും ഞാനായാലും നമ്മുടെ ഈ ദൂത് വ്യർത്ഥമാണ്. ബിൽഗേറ്റ്സ് എന്ന പേരുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എയ്ഡ്സ് ആദിയായ രോഗങ്ങളെ തടയാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് താൻ ഒരു സംഭാവന കൊടുത്തു. അധികമൊന്നുമില്ല, ഒരു 4 ലക്ഷം കോടി. ഒരു ലോക മനുഷ്യൻ രോഗപ്രതിരോധത്തിന് വേണ്ടിയുള്ള ഗവേഷണത്തിനും മറ്റും കാര്യങ്ങൾക്കായി ഇത്ര കോടികൾ കൊടുത്തു എന്ന് വരികിൽ ആത്മാക്കളുടെ രക്ഷയ്ക്കായി ഞാൻ എന്തു കൊടുത്തു എന്ന് നമുക്ക് സ്വയം ചോദിക്കാം. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ എന്തു കൊടുത്തു? ദൈവം എനിക്ക് ഇത്രയും അനുഗ്രഹിച്ചു, ഇത്രയും വരുമാനം തന്നു, ഇതിന് ഞാൻ എത്ര ശതമാനം കൊടുത്തിട്ടുണ്ട് നമ്മോട് തന്നെ ചോദിക്കാം. യേശു വരാറായിരിക്കുമ്പോൾ നമുക്ക് ആത്മാക്കളുടെ രക്ഷയ്ക്കായി പണം ചെലവഴിക്കാം. അടുത്തത് നമുക്ക് സുവിശേഷം അറിയിക്കാം. ഈ ഒരു സംഗതി ഇന്നലെ നാം ചിന്തിച്ചതുപോലെ നമ്മുടെ തുടക്കത്തിലുണ്ടായിരുന്നു, ഇപ്പോൾ മങ്ങി വരികയാണ്. മാത്രമല്ല പണ്ടുള്ളതായ അനുകൂല സന്തരീക്ഷവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതോട് ചേർത്ത് നമ്മുടെ അലസതയും പിടികൂടി. ഇന്ന് സുവിശേഷം അറിയിക്കുന്നതിൽ നാം വളരെ പിന്നോക്കമായി കാണപ്പെടുന്നു. യേശു വരാറായിരിക്കുന്നു, സുവിശേഷത്തിൽ അടയാറായിരിക്കുന്നു, തിരുവചന ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടാറായിരിക്കുന്നു. ആകയാൽ നമുക്ക് അവസരം കിട്ടുന്നത് പോലെ സുവിശേഷം അറിയിക്കുക. ഒരു വിശ്വാസിയാണോ, കുടുംബസ്ഥനായി ജീവിക്കുന്നുവോ, ഒരു ഉദ്യോഗമുണ്ടോ, ഒരു ബിസിനസ് ഉണ്ടോ, ആയിരിക്കുന്ന തലത്തിലായിരുന്നു കൊണ്ട് കഴിവിന്റെ പരമാവധി സുവിശേഷം അറിയിപ്പാനായിട്ട് ശ്രദ്ധിക്കുക. ഏത് വിധേനയും ഹോസ്പിറ്റൽ സന്ദർശിക്കാം, ജയിലുകൾ സന്ദർശിക്കാം, ബസ് സ്റ്റാൻഡുകൾ പോയി ലഹരികൾ കൊടുക്കാം, ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ സുവിശേഷം പറയാം. ഏത് വിധേനയും സുവിശേഷം അറിയിപ്പാൻ വേണ്ടി ഉപയോഗിക്കുക. ഇടയ്ക്ക് ഒരു വിശ്വാസി ഒരു കാഴ്ച കണ്ടിട്ട് വന്ന് എന്നോട് പറഞ്ഞു, വെളുപ്പാങ്കാലത്ത് ഒരു 6 മണിക്ക് ശേഷം കൊച്ചി നഗരത്തിന് തിരക്കേറിയ ഭാഗത്ത് ഒരു മനുഷ്യൻ നിന്ന് ലഘുലവ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടു പരിചയപ്പെട്ടു. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്താ ഇത്ര രാവിലെ? അത് ഞാനൊരു മേയ്സനാണ്, 8 മണിയാവുമ്പോൾ എനിക്ക് ജോലിക്ക് പോകണം. അതിന് മുമ്പ്
ലഘുലേഖ കൊടുത്തിട്ട് പോകാമെന്ന് കരുതി വന്നതാ. വൈകുന്നേരം പിന്നെ അവസരം കിട്ടാതെ വരും. ഒരു മേയ്സൻ, കൽപ്പണിക്കാരൻ, മേസ്തിരി, രാവിലെ 8 മുതൽ വൈകുന്നേരം വരെയും അത്യധ്വാനം ചെയ്യുന്നവൻ, കൂലിപ്പണിക്കാരൻ നാടൻ ഭാഷയിൽ. പക്ഷേ 8 മണിക്ക് ജോലിക്ക് പോകുന്നതിന് മുൻപേ അതിരാവിലെ എഴുന്നേറ്റ് തന്റെ ഭാഗം നിവർത്തിച്ചിട്ട് പോകാമെന്ന് ചിന്തിക്കുന്നൊരു വ്യക്തി. നമുക്ക് ചുറ്റും ഇങ്ങനെ അനേകരെ നമുക്ക് കണ്ടെത്താൻ കഴിയും. നമുക്ക് നമ്മളോട് ചോദിക്കാം, ഞാൻ എന്ത് ചെയ്യുന്നു? ഞാനെനിക്കൊരു സഭയിൽ ചോദിച്ചു, കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ നിങ്ങളുടെ സ്വന്തം കൈകൊണ്ട് 1 ലഘുലേഖ കൊടുത്ത വിശ്വാസി കരമുയർത്താൻ ചുരുക്കം പേരെ ഉയർത്തിയുള്ളൂ. മറ്റൊരു ഞാൻ ചോദിച്ചു, ഈ കഴിഞ്ഞ 1 വർഷത്തിൽ ഏതെങ്കിലും ഒരു ആത്മീയ ഗ്രന്ഥം, ഉപദേശ ഗ്രന്ഥമോ ഒരു പുതിയ ആത്മാവ് ഉപകാരപ്പെടുന്നത് പണം മുടക്കി വാങ്ങിച്ചു കൊടുത്ത ഒരു വ്യക്തി കൈ ഉയർത്തുവാൻ 1-2 പേർ. കാരണം അതിനൊന്നും നമുക്ക്, നമ്മുടെ മനസ്സതിനൊന്നും പോകുന്നില്ല. നമ്മുടെ ചിന്ത അതിൽ നിന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. യേശു വരാറായി, തിരുസഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാറായി, വിശുദ്ധന്മാരെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാറായി. ഇനി സുവിശേഷത്തിന് അവസരം പറയാൻ അവസരമില്ലാത്ത കാലം വരുന്നു. നമുക്ക് ഒരു തീരുമാനമെടുക്കാം. എന്നാൽ കഴിവത് അനേക വിശുദ്ധന്മാര് വിശേഷ ഗുണമുള്ളവരുണ്ടായിരുന്നു. ഒരു ദിവസം ഒരാളോടെങ്കിലും സുവിശേഷം അറിയിക്കും എന്ന തീരുമാനമുള്ളവരുണ്ടായിരുന്നു. D.L. മൂഡി അങ്ങനെ ഒരു വ്യക്തിയാണ്. ഒരു ദിവസം ഒരാളോടെങ്കിലും സുവിശേഷം പറയും. ഒരിക്കൽ സന്ധ്യ കഴിഞ്ഞു, വലിയ കാർമേഘം വന്നു മൂടി, ഇടിയും മഴയും ശക്തമായി പെയ്തു. അപ്പോൾ വൈദ്യുതി എല്ലാ കണക്ഷനെല്ലാം പോയി, ഇരുട്ടായി. താൻ പെട്ടെന്ന് മനസ്സുകൊണ്ട് ചിന്ത, ഇന്ന് ഞാൻ ആടെന്ന് സുവിശേഷം പറഞ്ഞോ? ഇല്ല. മനസ്സിനത്തിന് ആദി, എന്റെ ദൈവത്തോട് ഞാനിങ്ങനൊരു തീരുമാനമെടുത്തല്ലോ. തന്നെയല്ല, ഒരു ദിവസം ഞാൻ ഒരാളോട് സുവിശേഷം പറയാതെ ഈ ദിവസം കഴിഞ്ഞു പോവുകയാണല്ലോ. ഇനി എന്ത് ചെയ്യാം ഈ അന്തരീക്ഷത്തിൽ? എങ്കിലും തോൽക്കാൻ മനസ്സില്ലാതെ വീടിന്റെ മുൻപിൽ പോയി റോഡിലോട്ട് നോക്കി ഇങ്ങനെ നിന്നു. നിൽക്കുമ്പോൾ ഭയങ്കര കാറ്റും മഴയും. ഒരു മനുഷ്യനൊരു കൊട ചരിച്ചു പിടിച്ച് ഒതുങ്ങിക്കൂടി ഇങ്ങനെ റോഡിൽ കൂടെ നടന്നു പോകുകയാണ്. ഇദ്ദേഹത്തിന്റെ കൊട ഉണ്ടായിട്ടും മനഃപൂർവ്വം കൊട എടുക്കാതെ ഓടി അങ്ങോട്ട് ചെന്ന, ഞാനും കൂടെ കൊടയുടെ കീഴെ കയറിക്കോട്ടെ, ആയിക്കോട്ടെ കയറി നിന്നു. തോളയിൽ കൈയിട്ടു. 2 പേരും കൂടെ കീഴോട്ട് പോയി. കുശലം ചോദിച്ചു, എവിടെ പോയതാ? ജോലിക്ക് പോയതാ. ചോദിച്ചൊക്കെ വന്നിട്ട് പറഞ്ഞു, അപ്പോൾ എന്തൊരു ഈ മഴ പ്രതീക്ഷിച്ചല്ലോ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനൊരു കാറ്റും മഴയും അടുത്ത സമയത്ത് ഉണ്ടായിട്ടില്ല. നിങ്ങളേതായാലും കൊട കരുതിയത് നന്നായില്ലേ? അതെ, ഞാൻ മഴ പ്രതീക്ഷിച്ചില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും എനിക്ക് തോന്നി, ഏതായൊരു കൊട ഇരിക്കട്ടെ, അത് ഭാഗ്യമായി. ആ വാക്കിൽ പിടിച്ച് സുവിശേഷം തുടങ്ങി. ഈ കൊടുങ്കാറ്റും പേമാരിയും പോലെ, അന്ധകാരം പോലെ ഒരു നാൾ വരാൻ പോകുന്നു. അതാണ് ദൈവത്തിന്റെ ന്യായവിധി ദിവസം. അന്നതിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ ക്രിസ്തു എന്ന കുടക്കീഴിൽ ശരണം പ്രാപിക്കുന്നവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഏത് പാപിയും ശിക്ഷിക്കപ്പെടുന്ന അതിഭയങ്കരമായ ന്യായവിധി നാൾ വരുന്നു. അന്ന് കുട കരുതിയവർ മാത്രം, യേശു രക്ഷകനായി സ്വീകരിച്ചവരും ക്രിസ്തുള്ളവരും മാത്രമേ അതിനെ അതിജീവിക്കുകയുള്ളൂ. ഇങ്ങനെ സുവിശേഷം പറഞ്ഞു. അവൻ ശ്രദ്ധയോടെ കേട്ടു. ഹൃദയത്തിലെ വചനമെല്ലാം ക്രിയ ചെയ്തു. അപ്പോൾ ഒടുവിൽ ചോദിച്ചു, ശരി, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഈ കർത്താവിനായി ഹൃദയം കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ടല്ലോ. ഉടനെ തന്നെ തൊട്ടടുത്തുള്ള ആ റോഡിനരികെ ഒരു പോസ്റ്റിനോട് ചേർത്ത് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് പ്രാർത്ഥനയ്ക്കായി കണ്ണടയ്ക്കാമെന്ന് പറഞ്ഞു. പാപിയുടെ പ്രാർത്ഥന ചൊല്ലിക്കൊടുത്തു. കർത്താവേ, ഞാനൊരു പാപിയാണ്, അങ്ങ് എന്റെ പാപത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെയുള്ള എന്റെ പാപങ്ങളെല്ലാം എന്നോട് ക്ഷമിക്കണമേ. അങ്ങേ എന്റെ രക്ഷിതാവും ദൈവമായ ഹൃദയത്തിനെ സ്വീകരിക്കുന്നു. എന്റെ പേര് ജീവന പുസ്തകത്തിൽ എഴുതണമേ. ഇന്നു മുതൽ അവിടുത്തെ മകനായി ഞാൻ ജീവിക്കും. എന്റെ പാപങ്ങൾ ക്ഷമിച്ചതിനാൽ സ്തോത്രം, പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ ആമേൻ. ആ മനുഷ്യൻ നോക്കുമ്പോൾ അവന്റെ കവിൾത്തടത്തിലൂടെ കണ്ണീര് ഒഴുകുന്നുണ്ടായിരുന്നു. സംതൃപ്തനായി മൂടിയിലേക്ക് മടങ്ങി. എന്റെ ഇന്നത്തെ ദിവസം നഷ്ടപ്പെട്ടില്ല. അവസാന നിമിഷത്തിലെങ്കിലും കിടക്കയിലേക്ക് പോകും മുമ്പേ ഒരാളെ നേടിയെടുത്തു. പ്രിയാ ദൈവമക്കളെ,
ഇത് നമുക്കൊരു മാതൃകയായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഒരാളായിരിക്കുമ്പോൾ നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് സുവിശേഷം അറിയിക്കാം. കഴിവുള്ളതുപോലെ ഒക്കെയും നമുക്ക് കർത്താവിനെ കുറിച്ച് അനേകരോട് പങ്കിടാം. അത് നമ്മുടെ ഒരു ദൗത്യമാണ്. അത് നമുക്ക് ഏറ്റെടുക്കാം. അതിനായിട്ട് തീരുമാനമെടുക്കാം. അങ്ങനെ ഒരു തീരുമാനം ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ കരമുയർത്തുന്ന സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ. മറ്റൊന്ന്, കേവലം സുവിശേഷം പോരാ, അപ്പോസ്തലിക കൂട്ടായ്മയുടെ ശ്രേഷ്ഠത പങ്കിടണം. നിങ്ങൾക്ക് എനിക്കുള്ള ഭാഗ്യം എന്താണെന്ന് അറിയാമോ? അല്പം അഹംഭാവത്തോടെ പറഞ്ഞാൽ ഇന്നറിയപ്പെടുന്നതിൽ ശ്രേഷ്ഠമായൊരു കൂട്ടായ്മയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു. ചിലപ്പോൾ അത്രയ്ക്ക് പൊങ്ങച്ചം വേണോ എന്ന് ചോദിക്കുന്നതിനും കാണും. ഞാനും കൊച്ചു പയ്യനായവ ചോദിച്ചവനാ. അപ്പച്ചന്മാരൊക്കെ പറയും, ഓ ഇതാണ് ഏറ്റവും വലിയ കൂട്ടായ്മ, ഇതിനൊക്കെ നല്ലൊരു കൂട്ടായ്മ കാണിക്കാമെങ്കിൽ കറുത്ത പുസ്തകം ഞാൻ താഴെ വെച്ചിട്ട് അങ്ങോട്ട് പോവാം. ഞാൻ വിചാരിക്കൂ, ഭൂമിയിൽ അവിടെ നിനക്കാൾ വലിയ സഭ ഉണ്ടോ? അപ്പൂപ്പൻ എവിടാ പോയിട്ടുള്ള? ഈ ജില്ലയുടെ 4 പോലും പോയിട്ടില്ല. പിന്നെ ആ ഭൂമിയിൽ വേറെങ്ങും ഇങ്ങനെ സഭയില്ലെന്ന ഒക്കെ ഇങ്ങനൊക്കെ ചുമ്മാ എന്തിനാ വലിയ പൊങ്ങച്ചം പറയുന്നേ? ഇവിടുത്തെ പിള്ളേരൊക്കെ നല്ല മക്കളാണ്. കണ്ടില്ലേ, ഞാനിങ്ങനെയൊന്നും അല്ലായിരുന്നു. എല്ലാം റിബൽ ചിന്തയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നത്. എന്നാൽ ഞാൻ പ്രായമായി വരികയും ഞാൻ സഭകളെ പഠിക്കുകയും സഭകളുടെ ഉപദേശങ്ങൾ പഠിക്കുകയും സഭ നടത്തുന്നവരെ പഠിക്കുകയും ആ സഭയുടെ ഉത്ഭവവും ഇപ്പോഴുള്ളതായ നിലവാരവും മറ്റും വിലയിരുത്തിയാൻ വന്നപ്പോൾ ഓരോ ദിവസവും ഞാൻ നിൽക്കുന്ന കൂട്ടായ്മയുടെ മാഹാത്മ്യം എന്നിൽ ഉറച്ചുറച്ചുറച്ചുറച്ച് വന്നിരിക്കുകയാണ്. ഇനി ഒരു കാര്യം അറിയണോ? ഇന്ത്യൻ ഭരണഘടന ഒരു ഓർമ്മശനിയാണ്, ഏതാണ്ട് ഒരു 140-ലധികം തവണ അത് ഭേദഗതി ചെയ്തിട്ടുണ്ട്. എൻ്റെ ഉപദേശങ്ങൾ, അതിന് നിയമങ്ങളെ, കാരണം കാലോചിതമായ പരിഷ്കാരങ്ങളൊക്കെ വേണ്ടേ. എന്നാൽ പെന്തക്കോസ്ത് സ്പെഷ്യൽ പാസ്റ്റർ പോൾ വെളിപ്പെടുത്തി കൊടുത്ത ഉപദേശത്തിന് ഇന്ന് വരെ ഭേദഗതി വേണ്ടി വന്നിട്ടില്ല. ഒരു നൂറ്റാണ്ടോടെടുക്കുകയാണ്. അന്നും ഇന്നും ഒരേ ഉപദേശം. ഇവിടെ മാത്രമല്ല, സായിപ്പന നാട്ടിലും ഇതേ പ്രതിഷ്ഠ. വസ്ത്രത്തിന്റെ നിറത്തിലോ സഭയ്ക്കിട്ടിരിക്കുന്ന പേരിനൊക്കെ അവിടെ വ്യത്യാസങ്ങൾ കാണും. എന്നാൽ അമേരിക്കയിലെ ആ സമ്പന്ന രാജ്യത്തിലും വിശ്വാസത്താ ജീവിക്കുന്ന വിശുദ്ധന്മാരെ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. വിശ്വാസ ഭവനങ്ങൾ, ഫെയ്ത്ത് ഹോപ്സ് നമുക്ക് തന്നിരിക്കുന്നു. സ്തോത്രം. ഞാൻ പറയാൻ കാരണം ഇതാണ്. ഇന്ന് ഞാൻ ഓരോ ദിവസവും അതെ ഈ കൂട്ടായ്മയുടെ മഹത്വം കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്കും ബോധ്യമുണ്ട്, ഒരു കുറവ്, ഇത് നമ്മൾ വേണ്ടത്ര പങ്കിടുന്നില്ല. എനിക്ക് ലഭിച്ചിരിക്കുന്ന കൂട്ടായ്മ ശ്രേഷ്ഠമാണെന്ന് ഞാൻ അറിഞ്ഞും ഗ്രഹിച്ചും സന്തോഷവും ജീവിക്കുന്നതല്ലാതെ നമ്മുടെ ചുറ്റുപാട് എത്ര പേരോട് ഇത് പങ്കിടുന്നുണ്ട്? ദൈവമക്കളെ, സ്ഥിതിവിവര കണക്കുകളിലേക്കും ഞാൻ ഇറങ്ങിപ്പോകുന്നില്ല. നമ്മുടെ വേലക്കുറിച്ച് ഉപദേശത്തെയും കൂട്ടായ്മയും ശുശ്രൂഷകരെയും നടത്തിപ്പിനെയും ഒക്കെ പ്രകീർത്തിച്ച ഈ കേരളത്തിലെ പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിലെ പ്രമുഖന്മാർ പറഞ്ഞ കാര്യമൊന്നും ഇപ്പൊ ഞാൻ ഉദ്ധരിക്കാൻ സമയമെടുക്കുന്നില്ല. നാൾക്കുനാൾ ഒരു കാലത്ത് TPM-നെ ഒറ്റപ്പെടുത്തിയവരുണ്ടായിരുന്നു, ദുരുപദേശം എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു, ശുശ്രൂഷയുടെ അബദ്ധം പറ്റിയെന്ന് പറഞ്ഞവരുണ്ടായിരുന്നു, അത് ഇത് നാൾക്കുനാൾ ഇല്ലാതായിത്തീരുമെന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. അവരുടെ വാഗുകൊണ്ട് തന്നെ ഒന്നൊന്നായി ഇതിനെ പ്രകീർത്തിക്കുകയാണ്. അവിടെ അടിസ്ഥാനം കൊള്ളാം, അവിടെ ശുശ്രൂഷകരുടെ ജീവിതം കൊള്ളാം. പ്രേരണയും പ്രശസ്തിക്കും വേണ്ടി അനേകർ ഓടുമ്പോൾ ഇന്നുവരെ ഒരു നോട്ടീസിൽ ഒരു പ്രാസംഗികന്റെ പേരില്ല. നാം ആരുടെയും പടം പ്രസിദ്ധീകരിക്കുന്നില്ല. അതെ, ഇന്നും ക്രിസ്തുവിന് മറഞ്ഞിരുന്നു കൊണ്ട് ജീവിക്കുന്ന ഇതുപോലൊരു വിഭാഗം വേറെ ഇല്ല എന്ന് അനേകർ പ്രകീർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എത്രയോ സഭാ ശുശ്രൂഷകര് സമയവും കാലോചിതം പോലെ വേഷഭൂഷാദികൾ മാറി ലോകത്തിന് അനുപരായി തീരുവാൻ ശ്രമിക്കുമ്പോൾ ഇന്നും ലളിതമായ ശുഭ്രവസ്ത്രധാരികളായി ശുശ്രൂഷ ചെയ്യുന്നതിൽ ഇന്നും അനേകർ നമ്മളെ പ്രകീർത്തിക്കുകയാണ്. നമ്മുടെ ആരാധനാ രീതി, നമ്മുടെ ശുശ്രൂഷാ രീതി, നമ്മുടെ ഉപദേശങ്ങൾ ഇങ്ങനെ
തക്കം വിട്ട് നിരത്തുവാൻ ധാരാളമുണ്ട്. പക്ഷേ ഈ ശ്രേഷ്ഠത അനേകർക്കും ബോധ്യമുണ്ടെന്ന് വരികിലും ഇതറിയാതിരിക്കുന്നവർക്ക് പങ്കിടുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു. ദയവായൊരു തീരുമാനമെടുക്കുക. നിങ്ങൾക്ക് ബോധ്യമുള്ളത് ഈ കൂട്ടായ്മയിൽ എല്ലാവർക്കും എല്ലാം ഗ്രഹിപ്പാൻ കഴിവില്ലല്ലോ. ഈ കൂട്ടായ്മയിൽ ശ്രേഷ്ഠമാണെന്ന് നിങ്ങൾക്ക് ബോധ്യം വന്ന കാര്യങ്ങളുണ്ടല്ലോ. ഇത് ഒരു ദിവസം ഒരാളോടെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ. അവരേറ്റെടുക്കുകയോ ഏറ്റെടുക്കാതിരിക്കുകയോ ചെയ്യുക, അത് അവർക്കുള്ള സ്വാതന്ത്ര്യമല്ലേ. എന്നാൽ നിങ്ങളുടെ എന്റെയും ബോധ്യം നമുക്ക് മറ്റുള്ള പങ്കിടാം. യേശു വരാറായി. കർത്താവിന്റെ വരവിങ്കൽ ചേർക്കപ്പെടുവാൻ വിശുദ്ധ സഭയെ ഒരുക്കുന്നതിന് ആവശ്യമായ ഉപദേശങ്ങളും പ്രതിഷ്ഠാ ജീവിതവും പ്രതിഷ്ഠിക്കപ്പെട്ട ശുശ്രൂഷകരും നമുക്ക് തന്നിരിക്കുന്നതിനാൽ ഈ അനുഭവത്തിലേക്ക് നമുക്ക് പരമാവധി ആളുകളെ കൊണ്ടുവരാം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക. ഉദ്യോഗത്തിനായി ശ്രമിക്കുമ്പോൾ, ഉപരിപഠനത്തിനായി പ്ലാനിടുമ്പോൾ, ഒരു വിവാഹം കഴിപ്പാനായിട്ട് ആലോചിക്കുമ്പോൾ അതിനു മുൻപ് നന്നായിട്ടൊന്നിരുന്ന് പ്രാർത്ഥിച്ചാട്ടെ. എന്നിട്ട് ഇങ്ങനെ കർത്താവിനോട് ചോദിക്കും, കർത്താവേ, എന്നെക്കുറിച്ചുള്ളതായ നിന്റെ ഇഷ്ടം ഇത് തന്നെയാണോ? വീണ്ടും പറയുന്നു, ഒരു വിവാഹിതനായി തീരും മുമ്പ്, ഒരു ഉദ്യോഗത്തിനായി പോകും മുമ്പ്, ഒരു ഉപരിപഠനത്തിനായി പോകും മുമ്പ്, ഒരു വിദേശത്തേക്കായി യാത്രയാകും മുമ്പ് ഇരുന്ന് നന്നായി പ്രാർത്ഥിക്കുക. ചോദിക്കുക, കർത്താവേ, എന്നെക്കുറിച്ചുള്ളതായ തിരുഹിതം ഇത് തന്നെയാണോ? അതിനൊരു ഉത്തരം കിട്ടിയിട്ട് മാത്രം മുൻപോട്ട് പോവുക. കർത്താവ് പറയുകയാണ്, മകനെ, നിന്നെ വിളിച്ച് വിളി, ഇതാണ് മുൻപോട്ട് പോകുക എന്ന് പറഞ്ഞാൽ പോകുക. നിങ്ങൾക്കറിയാം, ഇന്ന് റോഡിൽ ട്രാഫിക് ലൈറ്റുകൾ എല്ലാം പണ്ടിതില്ലായിരുന്നു. ട്രാഫിക് സിഗ്നൽസ് ഉണ്ട്. ചുവപ്പ് കണ്ടാൽ അവിടെ ബ്രേക്ക് ചവിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആപത്തിലാകും. എന്റെ കണ്ണുകൊണ്ട് ഞാനിങ്ങനെ എത്രയോ അപകടം കണ്ടിരിക്കുന്നു. സിഗ്നലില് ഈ ചുമന്ന ലൈറ്റ് കണ്ടിട്ടും വകവയ്ക്കാതെ മുമ്പോട്ടെടുത്ത വാഹനങ്ങൾ കരണം പറയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ പച്ച ലൈറ്റ് കത്തിയാൽ മുൻപോട്ട് പോകാം. കാരണം നിയമപ്രകാരം റോഡ് നിങ്ങൾക്ക് ക്ലിയറാണ്. ഈ വിധമായ കാര്യങ്ങൾക്ക് തുനിയും മുമ്പേ ആ സിഗ്നൽ ലൈറ്റിലേക്ക് നോക്കിയാട്ടെ. ദൈവീയ നടത്തിപ്പെന്നാണ് മനസ്സിലാക്കിയാട്ടെ. ഇല്ലെങ്കിൽ ജീവിതം പരാജയത്തിലും ദുഃഖത്തിലും നെടുവീർപ്പിലും കലാശിക്കുമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. യേശു വരാറായി. ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുക. ഈ ഭാരതം വെളിച്ചം കിടക്കുന്നുണ്ടെങ്കിലും ഇന്നും വെളിച്ചം കിടക്കാതെ സ്ഥലങ്ങളുണ്ട്. സുവിശേഷ വെളിച്ചം ഇന്നും ക്രൈസ്തവരെ തെറ്റിദ്ധരിച്ച് വിദേശികളാണെന്നും അങ്ങനെയുള്ളതായ പല കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും ആരാധനാലയം ആക്രമിക്കുകയും മറ്റും. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം നമ്മുടെ വിശ്വാസിയുടെ വീട്ടിൽ ഞാൻ പോയി. തൻ്റെ 3 പെങ്ങന്മാര് കന്യാസ്ത്രീകളാണ്. ഒരാൾ കേരളത്തിൽ, ഒരാൾ കർണാടകയിൽ, ഒരാൾ ഒറീസയിൽ. അവരോട് സംസാരിക്കുമ്പോൾ അവിടെ നടന്ന കാര്യങ്ങൾ ഓരോന്നായി വിവരിക്കുകയായിരുന്നു. ഒറീസയിൽ ഒരു പാസ്റ്ററും ഭാര്യയും കൂടെ പോകുമ്പോൾ പിടിച്ചു നിർത്തി ഭാര്യയോട് മാറി നിൽക്കാൻ പറഞ്ഞു. ഭർത്താവിനോട് ചോദിച്ചു, വിശ്വാസം ത്യജിക്കുമോ? ഇല്ല. ഒരു കുഴിയിൽ ഇറക്കി നിർത്തി കഴുത്തോളം മണ്ണിട്ടിട്ട് എന്തു പറയുന്നു? ഇല്ല, ഞാൻ മരിച്ചാലും യേശുവിനാ ജീവിക്കും. മണ്ണ് മാന്തിപ്പുറത്തെടുത്ത് കഷണം കഷണമാക്കി ഭാര്യ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കന്യാസ്ത്രീനോട് പറഞ്ഞതാണ്. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ. 1,00,000-ലധികം കുടുംബങ്ങൾ, വീടുകൾ നശിപ്പിച്ചു. നമ്മുടെ വിശ്വാസ വീടുകൾ ഉൾപ്പെടെ അനേക ആരാധനാലയങ്ങൾ നശിപ്പിച്ചു. പ്രിയമുള്ളവരെ, ഈ ഭാരതത്തിൽ നിന്ന് സുവിശേഷ വെളിച്ചമെത്താതെ കിടക്കുമ്പോൾ നമ്മൾ ഈ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണ്ടയോ? നാം ഈ രാജ്യത്തെ പൗരന്മാരായി തീർന്നില്ലയോ? ഇവരൊക്കെയും ഇനി കണ്ടു തുറക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടായോ? അവരും ദൈവമക്കളായി തീരേണ്ടതല്ലയോ? അവിടെ ആത്മാ മുഴു ലോകത്തൊക്കെ വലുതല്ലയോ? നാം പ്രാർത്ഥിക്കുക. എന്റെ ഹൃദയം കാണുമ്പോഴെല്ലാം തകരുന്നൊരു ചിത്രമാണ്. പുറകിരിക്കുന്നവർ കാണാൻ കഴിയത്തില്ല. ഒരു വിശ്വാസിയെ
ആക്രമിക്കാൻ ചെല്ലുമ്പോൾ 2 കൈയും കൊണ്ട് തൊഴുത് ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കല്ലേ എന്ന് പറയുന്ന ഒരു ചിത്രം. പക്ഷേ ആ കാപാലികന്മാർ തന്നെ വകവരുത്തി. ഈ ഭാരതത്തിൽ ഇത്രയേറെ സുവിശേഷ വിരോധം നിലനിൽക്കുമ്പോൾ ദൈവമക്കളെ, ഭാരത രക്ഷയ്ക്ക് വേണ്ടി ഒരു ദിവസമെങ്കിലും നാം പ്രാർത്ഥിച്ചില്ലെങ്കിൽ, ഒന്നുകൂടെ കടന്നു പറഞ്ഞാൽ, നമ്മൾ ഈ ഭാരതത്തിൽ ജനിച്ചു വളർന്നു. നമ്മുടെ ഒരു തുള്ളി കണ്ണുനീരെങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ഭാരത രക്ഷയ്ക്ക് വേണ്ടി നാം ഒഴുക്കിയില്ലെങ്കിൽ നാം സദാകാലം കുറ്റക്കാരായി തീരും. അതെ, യഹൂദ ഏറ്റു പറഞ്ഞതുപോലെ നമുക്ക് ഈ ഭാരതത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജോൺ നോക്സ് എന്ന പേരുള്ള ഒരു മിഷണറി ഉണ്ടായിരുന്നു. തന്റെ പ്രാർത്ഥനാവാചകം ശ്രദ്ധിക്കണോ? സ്കോട്ട്ലൻഡിനെ എനിക്ക് തരണമേ, അല്ലെങ്കിൽ എന്നെ ജീവനെ എടുക്കണമേ. വെറും പ്രാർത്ഥനയാണ്. ഒന്നെങ്കിൽ സ്കോട്ട്ലൻഡിനെ എനിക്ക് രക്ഷിച്ചു തരണം, ഈ ആത്മാക്കൾ എനിക്ക് തരണം, അല്ലെങ്കിൽ എനിക്ക് ജീവിക്കണമെന്നില്ല, ഞാൻ മരിക്കാൻ പോലും ആഗ്രഹിക്കുന്നു, എന്റെ ജീവൻ എടുത്തുകൊള്ളണമേ. അത്ര വിശുദ്ധന്മാർ ആത്മാക്കൾക്ക് വേണ്ടി ദാഹിച്ച ഒരു പാരമ്പര്യത്തിൽ നാം ആയിരിക്കുമ്പോൾ നാം എങ്ങനെ ജീവിക്കുന്നു? നമുക്ക് ഈ കർത്താവിനെ വരവെടുത്തിരിക്കുമ്പോൾ ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുന്നവരായി തീരാം. അടുത്തത്, യേശുവിനാ ജീവൻ നൽകുവാനും കഷ്ടം സഹിപ്പാനും നമുക്ക് സ്വയം ഒരുങ്ങാം. ഒരു പക്ഷേ ക്രിസ്തുവിന്റെ വരവിന് മുൻപ് ഒരു പീഡ ഉണ്ടായാൽ നമുക്ക് എത്ര പേർക്ക് നിലനിൽക്കുവാനായിട്ട് കഴിയും? ഒരു ക്ഷാമമുണ്ടായാൽ എത്ര പേർ വിശ്വാസം നിലനിൽക്കും? ഇന്ന് ദൈവമക്കളാണെന്ന് പറയുകയും അനേകരും ഭക്ഷണത്തിനടിമയാണ്. അവർക്ക് ഒരു നേരം മുടങ്ങുന്ന ഒരു പരീക്ഷ വന്നാൽ അപ്പോഴേ യേശുവും വേണ്ട, വിശ്വാസവും വേണ്ട എന്ന് പറയും. സമയം എന്നെ അനുവദിക്കുന്നില്ലല്ലോ. ദക്ഷിണ കൊറിയയിൽ നിന്ന് 19 വയസ്സുള്ള ഒരു അധ്യാപിക, ജപ്പാൻ സൈന്യം ആ ദേശത്തെ ആക്രമിച്ചപ്പോൾ ഓടി രക്ഷപ്പെട്ട് വനാന്തരങ്ങൾ ഒറ്റയ്ക്ക് സഞ്ചരിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒടുവിൽ അവൾ തീരുമാനിച്ചു, ജപ്പാൻ പാർലമെന്റിൽ പോയി യേശുവാണ് സത്യദൈവം എന്ന് പറയാൻ തീരുമാനിച്ചു. അവൾക്കറിയാം, ബന്ധിക്കും, ജയിലിലിടും. ജയിലിൽ പോകാൻ ഒരുങ്ങി. നല്ല കുടുംബത്തിൽ ജനിച്ച് അവൾ ചിന്തിച്ച്, ജയിലിൽ പോയാലേ എനിക്ക് എൻ്റെ വീട്ടിൽ കഴിക്കുന്ന പോലെ നല്ല ആഹാരം കിട്ടത്തില്ലല്ലോ, നല്ല മലക്കറിയോ നല്ല ആഹാരം കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഒരു നേരം നല്ലല്ലാത്ത ആഹാരം ചെന്നാൽ ഉടനെ ഞാൻ രോഗിയായി തീരത്തില്ല. അതുകൊണ്ട് അവിടെ കിട്ടാൻ സാധ്യതയുള്ള തരത്തിൽ ആഹാരം ഇപ്പോഴേ കഴിച്ച വയറിനെ ഒരുക്കാം. പണം കയ്യിലുള്ളപ്പോൾ മലക്കറി കടയിൽ പോയി അവിടുന്ന് ചീഞ്ഞ മലക്കറികൾ വാങ്ങിച്ച് കൊണ്ടുവന്ന് കഴിച്ച് ആദ്യം അങ്കൊക്കെ കഴിച്ചപ്പോൾ വയറിനെ പിടിക്കാതായി, പിന്നെ അഡ്ജസ്റ്റഡായി. ഇങ്ങനെ ഒരുങ്ങി ജയിലിലേക്ക് പോയി. ചെന്ന സുവിശേഷം പറഞ്ഞു, പിടിച്ച് ജയിലിലായി. ജയിലിൽ കിടക്കുമ്പോൾ ഒരു സംഗതി കൂടെ ഞാൻ പറയുന്നു. പട്ടിണി, ആഹാരമില്ല, പല്ലുകൾ പോലും ആടാൻ തുടങ്ങി. ആ അവസ്ഥയിലിരിക്കുമ്പോൾ ആ ജയിലിൽ ഏതോ ഒരു പ്രത്യേക ദിവസത്തിൽ തടവുകാർക്കെല്ലാം ഓരോ ആപ്പിൾ കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അവർ കൊണ്ടുവന്ന ആപ്പിള കൊണ്ടുവന്ന ആ ജയിലിനെ അഴിക്കടിയിലൊന്ന് ഉരുട്ടിട്ട് കൊടുത്ത് വേണ എടുത്ത് തിന്നോ എന്ന്. ഇവളുടെ കൂടെ വേറൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവളിതിങ്ങനെ എടുത്തു നോക്കിയപ്പം ചീഞ്ഞ ആപ്പിള് അവന്മാരെ തന്നേക്കുന്നു. എന്നാൽ ഈ എസ്തർ ഹങ്കിങ് എന്നു പേരുള്ള ഈ സഹോദരി ആപ്പിൾ എടുത്തപ്പോൾ അത് ചീഞ്ഞ അതെടുത്ത വായിലോട്ടിട്ടങ്ങ് ഇറക്കി. എന്നിട്ട് പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, എന്റെ ദൈവം എനിക്കൊരു ആപ്പിൾ തന്നു. ഞാൻ എത്രയോ നാളെ ആപ്പിൾ കഴിച്ചിട്ട് ഈ ജയിലിൽ എനിക്കൊരു ആപ്പിൾ തന്നതിനായി സ്തോത്രം. എന്റെ സ്വർഗത്തിൽ അപ്പനെ എത്ര സ്നേഹിക്കുന്നു, എനിക്ക് ആപ്പിൾ തന്നതിനായി സ്തോത്രം. എന്റെ അവസ്ഥ അറിഞ്ഞ് മറ്റേ പെൺകുട്ടി, എന്നാണ് നിനക്ക് വട്ട, ചീഞ്ഞ ആപ്പിൾ നിന്ന് വെച്ച് മേലും കീഴും ചാടുന്നോ ചോദിച്ചു. നിനക്കെന്തറിയാം? നല്ല ആപ്പിൾ കിട്ടിയാൽ എനിക്ക് തിന്നാൻ പറ്റത്തില്ല, പട്ടിണി കിടന്ന് പല്ലെല്ലാം ആടിക്കിടക്കുകയാണ്. എൻ്റെ അപ്പൻ അതറിഞ്ഞ ചവയ്ക്കേണ്ട ആവശ്യമില്ലാത്ത തരത്തിലുള്ള ആപ്പിൾ എനിക്ക് തന്നു. എനിക്ക് വിഴുങ്ങിയാൽ മാത്രം മതിയായിരുന്നു. ദൈവമക്കളെ, ഇങ്ങനെ ഒരു പീഡാകാലം വന്നാൽ നാം അതിനായിട്ട് ഒരുങ്ങുന്നുണ്ടോ? കഷ്ടം സഹിപ്പാൻ നമുക്കൊരുങ്ങാം. അതേ,
കഷ്ടം സഹിപ്പാൻ നാം ഒരുങ്ങാം. കർത്താവിന് വേണ്ടി നാം അധികം കഷ്ടം അനുഭവിച്ചിട്ടില്ല. അങ്ങനെ ഒരു കാലം വന്നാൽ ഒരാൾ മരിച്ച് സ്വർഗത്തിൽ ചെന്നു. അനേക ദേശക്കാരും ഭാഷക്കാരുമായ ദൈവമക്കളെല്ലാം അവിടെ ഉണ്ട്. അവരെല്ലാം കൂടെ ചേർന്ന് ചെന്നയാളെ സ്വീകരിച്ചു. അദ്ദേഹം അവിടെ ചെന്ന എല്ലാവരുമായി കുശലം പറഞ്ഞു. അപ്പോൾ ഒരാൾ മുൻപോട്ട് വന്ന് പ്രൈസ് ലോർഡ്, നിങ്ങളേതാ? ഞാൻ നീറോ ചക്രവർത്തിയുടെ കാലത്ത് റോമൻ സാമ്രാജ്യം ജീവിച്ചിരുന്നയാളാണ്. അന്നത്തെ പീഡ അതിഭയങ്കരമായിരുന്നു, ദാരുണമായി ഞാൻ കൊല്ലപ്പെടുകയായിരുന്നു. പക്ഷേ എനിക്ക് ദുഃഖമില്ല. എൻ്റെ യേശുവിന്റെ നാമത്തിനായിട്ട് എനിക്ക് വേണ്ടി ആ ക്രൂശിക്കപ്പെട്ട കർത്താവിന് വേണ്ടി ഇങ്ങനെ കഷ്ടം സഹിപ്പാനുള്ള ഒരു കഴിഞ്ഞത് ഞാൻ ഭാഗ്യവാനാണെന്ന് പറഞ്ഞു. ഉടനെ അടുത്തയാൾ വന്നു. ഞാനൊരു ദ്വീപവാസിയ, 6 വർഷമേ ആയുള്ളൂ ഇവിടെ വന്നിട്ട്. എൻ്റെ ദ്വീപിൽ സുവിശേഷം എത്തിയിട്ടില്ലാത്ത സ്ഥലമാണ്. ഒരു മിഷണറി വന്ന് സുവിശേഷം പറഞ്ഞു. എൻ്റെ നാട്ടുകാര് ആ മിഷണറിയെ കൊന്നു. എങ്കിലും ആരും സ്വീകരിച്ചില്ലെങ്കിലും ഞാൻ അദ്ദേഹം പറഞ്ഞ വചനം സ്വീകരിച്ച് യേശു രക്ഷിതാവായി സ്വീകരിച്ചു. എന്നെ നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. നരഭോജികളായ അവര് എന്നെ പിടിച്ച് ബന്ധിച്ച് അടിച്ച് അവശനാക്കി. അടി കൊണ്ടിട്ട് ഞാൻ മരിച്ചില്ല. തുടർന്ന് അവർ ഒരു വലിയ വെറുകഷ്ണം കൊണ്ട് തല അടിച്ചു പൊട്ടിച്ചു. അവസാനം അവരെന്നെ തിന്നു. അപ്പോൾ ഈ ബ്രദർ പറഞ്ഞു, ഭയങ്കരം. അണ്ണത്താനം പറഞ്ഞു, ഇല്ലില്ല, എനിക്ക് വേണ്ടി അടികളേറ്റ എൻ്റെ യേശുവിനായി, എനിക്ക് വേണ്ടി മുൾക്കിരീടം ധരിച്ച എൻ്റെ യേശുവിനായി ഈ വിധമായൊരു കഷ്ടം സഹിപ്പാൻ കഴിഞ്ഞത് എൻ്റെ ഒരു ഭാഗ്യമാണ്. അവസാനം എല്ലാവരും കൂടി ചോദിച്ചു, ഇനി നിങ്ങൾ പറഞ്ഞാട്ടെ, നിങ്ങൾ കർത്താവിന് വേണ്ടി എന്താണ് കഷ്ടം സഹിച്ചാണ് ഇവിടെ വന്നത്? ഇദ്ദേഹം ഒരു കഷ്ടവും സഹിച്ചില്ല, വാക്ക് മുട്ടിപ്പോയി. അങ്ങനെ വിഷമിഞ്ഞ് നിൽക്കുമ്പോൾ കണ്ണങ്ങ് തുറന്നു. അപ്പോഴാ മനസ്സിലായത് വെറും സ്വപ്നമാണ്, ഇത് സ്വപ്നത്തിലാകേണ്ടത്. അപ്പോഴാണ് മനസ്സിലായി ഇതാണ് സ്വർഗം. അനേക കഷ്ടങ്ങൾ കൂടി ദൈവരാജ്യത്തിന് കടന്ന വിശുദ്ധന്മാരെ കാണുമ്പോൾ ലജ്ജിപ്പാൻ സംഗതി വരരുത് എന്ന് ആ വിശ്വാസി ഹൃദയത്തിൽ തീരുമാനമെടുത്തു. പ്രിയ ദൈവമക്കളെ, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിപ്പാനായിട്ട് നമുക്കൊരു തീരുമാനമെടുക്കാം. ഈ അടുത്ത സമയം ഞാൻ കേൾപ്പാനിടയായി, എറണാകുളത്തുകാരനായ സജി അബ്രഹാം എന്നു പേരുള്ളൊരു വ്യക്തി, വിദ്യാഭ്യാസമൊന്നുമില്ലാത്തൊരു മനുഷ്യൻ, താൻ അരുണാചൽ പ്രദേശിൽ അവിടെ സുവിശേഷം അറിയിപ്പാനായിട്ട് പോയി. അവിടുത്തെ ഭാഷയൊന്നും അറിയാൻ വയ്യ, എന്തോ സുവിശേഷം അറിയിക്കും. അവസാനം അവിടുത്തെ ഭാഷയിലുള്ള ആ ഭാഷയിൽ വാക്യങ്ങൾ എഴുതി നെഞ്ചത്തും പുറത്തിട്ടുകൊണ്ട് നടന്നു. വന്ന ആളുകളൊക്കെ ഇങ്ങനെ വായിച്ചു നോക്കിയിട്ട് അവർക്കൊക്കെ ഏതോ ഒരു മാറ്റം പോലെ അത് അവരൊക്കെ മനസ്സിൽ ടച്ച് ചെയ്തു. അവർ വന്നിട്ട് കൈകൊണ്ട് കാണിച്ചു, പ്രാർത്ഥിക്കണം. അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു തൻ്റെ ഭാഷയിൽ, അവരുടെ ഭാഷയിലല്ല. അവർക്കൊക്കെ സൗഖ്യമുണ്ടായി, വിടുതലുണ്ടായി, അവരനേകം രക്ഷിക്കപ്പെട്ടു. അവിടെ ദൈവപ്രവർത്തനം നടന്നു. ഒടുവിൽ താൻ ഒരു ദൈവിക നിയോഗപ്രകാരം ഗയാനായിൽ സുവിശേഷം അറിയിക്കാൻ പോയി. അവിടെ വെച്ച് സുവിശേഷ വിരോധികളാൽ വെടിയേറ്റ് മരിച്ചു പോലും. പ്രിയമുള്ളവരെ, കർത്താവിന് വേണ്ടി കഷ്ടം സഹിപ്പാനായിട്ട് നമുക്ക് തീരുമാനിക്കാം. യേശു വരാറായി. അടുത്ത അതിപ്രധാനമായ കാര്യം പറയുന്നു, സുവിശേഷ വേലയ്ക്കായി പുറപ്പെടുക. സുവിശേഷ വേലയ്ക്കായി പുറപ്പെടുക. വിട്ടിരിക്കുന്നതായ യൗവനക്കാരോട് പറയുകയാണ്. ഈ ഇന്ത്യയിൽ ഉള്ള ജനസംഖ്യയിൽ 50% 23 വയസ്സിന് താഴെയുള്ളവരാണ് പോലും. 15 കോടി ഈ യുവജനങ്ങൾ പ്രധാന നഗരങ്ങളിൽ തന്നെ പാർക്കുന്നുണ്ട്. ഇവരെ നേടാൻ ആര് പോകും? നിങ്ങൾക്കറിയാമോ, പണ്ടത്തെ പോലെയല്ല. ഇന്ന് ഏത് ഷോപ്പിൽ ചെന്നാലും മുടി നരച്ച ഒറ്റ മനുഷ്യനെ നിങ്ങൾ ഇവിടെ കാണത്തില്ല. എല്ലാം ചെറുപ്പക്കാർ, എല്ലാം ചൂറുകൊള്ള ചെറുപ്പക്കാർ, യുവതി യുവാക്കളാണ്. ഏത് സൂപ്പർ മാർക്കറ്റിലും എവിടെ ചെന്നാലും പ്രായമുള്ളവരെങ്ങുമില്ല. കാരണം ഏജൻസികൾ യൗവനക്കാർ ഇറക്കിയിരിക്കുകയാണ്. വ്യാപാരം നടത്തി ആളുകളെ സംസാരിച്ച് വശീകരിച്ച് ആകർഷിച്ച് വിൽപ്പന നടത്താൻ അവരുടെ പ്രായവും അറിവും പക്വതയും ഉപയോഗിക്കുകയാണ്. വലിയ മാർക്കറ്റിംഗ് ഏജൻസികൾ
നിങ്ങളുടെ വീടുകളിലൊക്കെ ഓരോ ഉൽപ്പന്നങ്ങളുമായി വന്നു കാണുമല്ലോ. നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ വീടാതോറും കയറി നടന്ന് അങ്ങോട്ട് ഞങ്ങളുടെ ദൈവമാണെങ്കിൽ വരുമ്പോഴേ പറയും, ഇവിടെ അത്യാവശ്യം ഒന്നും വേണ്ട ഇപ്പോൾ. അല്ല, എന്നാലും സാറേ ഒരു നല്ല ഒരു ഉൽപ്പന്നമാണ് ഇത് ഈ കുക്കർ എന്ന് പറഞ്ഞാൽ ഇതുവരെ വിപണി കിട്ടുന്ന പോലല്ല, ഒരു പുതിയ സൈസ് കുക്കർ ഇരിക്കുകയാണ് എന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞു വിചാരിച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു നാണോ ഇല്ലാതെ നിന്നങ്ങ് വിവരിക്കുക. എന്താ കാരണം? അവരവരുടെ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുകയാണ്. യവനക്കാരോടൊരു വെല്ലുവിളിയായി ചോദിക്കുന്നു, സ്വർഗീയ കമ്പനിക്ക് വേണ്ടി, സ്വർഗീയ രാജാവിന് വേണ്ടി യവന തലമുറ നേടുവാൻ നീ ഇറങ്ങിപ്പുറപ്പെടാനായിട്ട് തീരുമാനമെടുക്കുമോ? ബില്ലി ഗ്രഹാം എന്ന പേരുള്ള ഒരു വ്യക്തി തന്റെ കാലത്ത് സുവിശേഷം കേട്ട ആയിരങ്ങൾ ഒരുവനായി താൻ രക്ഷിക്കപ്പെട്ടെന്നാണ്. താൻ ദൈവവേല സുവിശേഷം അറിയിപ്പാൻ ഇറങ്ങിത്തിരിച്ചു. തന്റെ ആയുഷ്കാലത്തിനിടയിൽ താൻ 10 കോടി ആളുകളോട് സുവിശേഷം പറഞ്ഞെന്നാണ്. അതിൽ ഏറെക്കുറെ 20 ലക്ഷത്തിലധികം ആളുകൾ കർത്താവിനായി ഹൃദയം സമർപ്പിച്ചെന്നാണ് കണക്ക്. ഒരു മനുഷ്യൻ നേടിയ നേട്ടമാണ്, ഓർക്കണം. കൂടാതെ ദൈവം തന്നെ മാനിച്ചു. അമേരിക്കയിൽ 6 പ്രസിഡന്റുമാർ അധികാരമേറ്റപ്പോൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിപ്പാനുള്ളതായ പദവി അതെനിക്ക് കിട്ടി. ഒരു മനുഷ്യൻ ക്രിസ്തുവിനെ പിൻപറ്റിയപ്പോൾ ദൈവം മാനിക്ക് ഉപയോഗിക്കുന്ന വിധം ചിന്തിക്കുക. അതേ യമനക്കാരെ സുവിശേഷ വേലയ്ക്കായി പുറപ്പെടുമോ? യേശു വരാറായി. ഈ ലോകത്തിൽ യേശു വരുന്നതിന് മുൻപ് ചെയ്യാവുന്ന ഏറ്റവും ലാഭകരമായ ബിസിനസ്സാണ് സുവിശേഷ വേല. സുവിശേഷ വേല ബിസിനസ് ആക്കണമെന്നല്ല പറഞ്ഞത്. കാരണം സുവിശേഷ വേല കൊണ്ട് നേടുന്ന ആത്മാക്കളെ വില കൂട്ടി നോക്കുമ്പോൾ ഇതിനേക്കാൾ വലിയ ബിസിനസ് ലോകത്തിൽ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. യേശുവിന് വരവിന് മുൻപായി നിങ്ങൾക്ക് എത്തിച്ചേരാവുന്ന ഏറ്റവും ഉന്നത പദവിയിലുള്ള ഉദ്യോഗം അത് ഒരു കർത്തൃദാസനായിരിക്കുക എന്നുള്ളതാണ്. ഈ ഭൂമിയിൽ വരവിന് മുൻപ് അല്പസമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കാവുന്ന ഏറ്റവും ഉന്നതമായ കമ്പനി അത് സ്വർഗീയ കമ്പനിയാണ്. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കർത്താവിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഒരു കീഴിൽ ജോലി ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും ഉന്നതനായ ഒരു ബോസ് അത് ക്രിസ്തുവാണ്. അവന് കീഴിൽ ശുശ്രൂഷ ചെയ്യുവാനായി ഇറങ്ങിത്തിരിക്കുക. നമ്മുടെ കർത്താവിന് ആവശ്യമാണ്. നമ്മുടെ ബുദ്ധി, നമ്മുടെ കഴിവ്, നമ്മുടെ അറിവ്, നമ്മുടെ ശരീരം എല്ലാം യേശുവിന് ആവശ്യമാണ്. ഒരു ഗ്രന്ഥത്തിൽ ദൈവത്തിന്റെ വാക്കുകളായിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിന്റെ ശരീരമല്ലാതെ എനിക്ക് വേറെ ശരീരമില്ല, നിന്റെ കൈകളല്ലാതെ എനിക്ക് വേറെ കൈകളില്ല, നിന്റെ കാലുകളല്ലാതെ എനിക്ക് വേറെ കാലുകളുമില്ല. മനുഷ്യരോട് അനുകമ്പ കാണിപ്പാൻ എനിക്ക് നിന്റെ കണ്ണുകൾ മാത്രമേ ഉള്ളൂ. അങ്ങുമിങ്ങും സഞ്ചരിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ എനിക്ക് നിന്റെ പാദങ്ങൾ മാത്രം. ഈ വാക്കുകൾ ഇന്ന് രാത്രി എന്റെ വാക്കുകൾ കേൾക്കുന്ന യവനക്കാരോടുള്ളതാണ്. ദൈവത്തിന് നിങ്ങളുടെ എന്റെയും കൈകളും കാലുകളും കണ്ണുകളും ശരീരവും ബുദ്ധിയും ശക്തിയും സമയവും എല്ലാം ആവശ്യമായിരിക്കുന്നു. എത്ര യവനക്കാർ കർത്താവിനെ വരവെടുത്തിരിക്കുമ്പോൾ ഈ സംഭവങ്ങളെല്ലാം നിറവേറി വരുമ്പോൾ അല്പസമയം മുൻപുള്ളത് കർത്തൃ ശുശ്രൂഷയ്ക്കായി സമർപ്പിക്കും എന്ന് ഞാനൊരു ചോദ്യം ചോദിക്കുന്നു. ദൈവം നിങ്ങളെ അതിനായി ഒരുക്കട്ടെ. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിപ്രധാനമായ കാര്യം ശ്രദ്ധിക്കണമേ. ഒരു യഥാർത്ഥ ഉണർവിന് വേണ്ടി നാം ഒരുങ്ങേണ്ടിയിരിക്കുന്നു. ഉണർവ് എന്നുള്ള വാക്കുപോലെ തെറ്റിദ്ധരിക്കപ്പെട്ട വേറെ വാക്കുകളൊന്നുമില്ല. കുറെ കൈയടിയും ബേകളോ ഒച്ചയും ഇതൊക്കെയാണ് ഉണർവ് എന്നുള്ള ഒരു ധാരണ. യഥാർത്ഥ ഉണർവ് എന്നുള്ളത് പറയണമെങ്കിൽ മണിക്കൂറുകൾ തന്നെ വേണ്ടി വരും. എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. ഉണർവിനെ കുറിച്ചുള്ള ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്. ദയവായി വാങ്ങി വായിച്ചാട്ടെ. എന്നിട്ട് അതിന്മേൽ കൈവച്ച് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ ഒരു ഉണർവ്, കർത്താവേ എന്റെ സഭയിൽ അയക്കണമേ, എന്റെ ദേശത്ത് അയക്കണമേ, എന്റെ കേരളത്തിൽ അയക്കണമേ, എന്റെ ഭാരത അയക്കണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. രാക്കാലങ്ങളിൽ ഒരു 10 മിനിറ്റെങ്കിലും കർത്താവേ ഒരു യഥാർത്ഥ ഉണർവ് അയക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി നമ്മളെ തന്നെ ഒരുക്കാം. എങ്ങനെ? യഥാർത്ഥ ഉണർവില് ശരിയായ ശുദ്ധീകരണവും ധനപ്രാപിക്കലും ഏറ്റുപറച്ചിലും എല്ലാം ഉണ്ട്. സഭയുടെ പേര് ഞാൻ പറയുന്നില്ല. ഈ അടുത്തൊരു നമ്മുടെ ഒരു സഭയിൽ ഒരു ഞായറാഴ്ച ഒരു സഹോദരൻ സാക്ഷിക്ക് എഴുന്നേറ്റു.
എന്നിട്ട് സാക്ഷ്യത്തിനിടയിൽ പറഞ്ഞു, പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണം, ഈ സഭയിലെ ഇന്ന വ്യക്തിയുമായി ഞാൻ സംസാരിച്ചിട്ട് 8 വർഷമായി. എനിക്ക് ചില ഭാരം തന്നോടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് ഇവിടെ വെച്ച് തന്നോടുള്ള എൻ്റെ ഭാരവും കയ്പും വിട്ടുകളയുന്നു. സഭ ക്ഷമിക്കണം, ആ പ്രിയപ്പെട്ട സഹോദരനും ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് എന്ന് തന്നെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് കെട്ടിപ്പിടിച്ച്, ആ നിമിഷം ഒരു പ്രത്യേകതയായിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് നേരം പൊട്ടിക്കരഞ്ഞു. ഈ കാഴ്ച കാണുന്ന വിശ്വാസികളെല്ലാം കരയാൻ തുടങ്ങി. യഥാർത്ഥ ഉണർവെന്ന് അതാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചില ആത്മപ്രവർത്തനങ്ങൾ എൻ്റെ കാലത്ത് കണ്ടിട്ടുണ്ട്. ചാത്തന്നൂർ സഭയിൽ ഞാൻ പ്രവർത്തിക്കുമ്പോൾ ഒരു ഞായറാഴ്ച ആരാധന 10 മണിക്ക് തുടങ്ങുന്ന വേളയിൽ ഞാൻ എന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചു. 10 മണിക്ക് ഒരു യോഗം തുടങ്ങാനൊരു പാട്ടുണ്ടല്ലോ, 10 മണിക്ക് ആരാധന എവിടെ, ആ പാട്ടുപാടി നിർത്താൻ പറ്റിയിട്ടില്ല. ജനം ആത്മാവിലായി, ആത്മാവിൽ തുടർന്നുകൊണ്ടേയിരുന്നു. 10 10:30 11 11:30 ആത്മനിർഭർ തുടരുകയാണ്. അത് കഴിഞ്ഞ് വിഷയം പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കാനും പറ്റിയിട്ടില്ല, സാക്ഷ്യം പറയാനും പറ്റിയിട്ടില്ല, പ്രസംഗിക്കാനും പറ്റിയിട്ടില്ല. ആത്മനിർഭർ സഭീയത്തിന്റെ ആത്മാവ് സഭയിലേക്ക് ഇറങ്ങി വന്ന നാളിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ ജീവകാലത്ത് ഒരിക്കലെങ്കിലും കാണാൻ കഴിഞ്ഞല്ലോ. പരിശുദ്ധാത്മാവ് തന്നെ ഞാൻ പ്രസംഗിപ്പാൻ കരുതിയതിനേക്കാളുപരി ആത്മാവ് ഓരോരുത്തരോട് മാറി മാറി സഭയോട് സംസാരിക്കാൻ തുടങ്ങി. 1 മണിയായപ്പോൾ ഞാൻ കഷ്ടിച്ച ആ സഭായോഗം നിർത്തി എന്നുള്ളതായ തെറ്റ് ചെയ്യേണ്ടി വന്നു. ഈ ശരിയായ ഉണർവുണ്ടാകുമ്പോൾ നമ്മുടെ ക്രമമെല്ലാം അങ്ങ് തെറ്റും. ആദ്യം പാട്ട്, പിന്നൊരു പാട്ട്, പിന്നൊരു പ്രാർത്ഥന, പിന്നെ സാക്ഷി, പിന്നെ പ്രസംഗം, പിന്നെ ആശീർവാദം, ഇതെല്ലാം അങ്ങ് തെറ്റും. കാരണം ഇതൊക്കെ നമ്മൾ സൗകര്യാർത്ഥം ഉണ്ടാക്കിയ പ്രോഗ്രാമാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മുടെ പ്രോഗ്രാം എല്ലാം മറിയും. അങ്ങനെ ഒന്നും മറിക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഒരിക്കൽ കൂടെ നമ്മളിലേക്കൊന്ന് ഇറങ്ങി വന്നിരുന്നെങ്കിൽ, ഈ സെന്ററിന്റെ ലോക്കലിൽ ഒരിടത്ത് ഞാൻ ശുശ്രൂഷ ചെയ്യും കാലത്ത് ഞായറാഴ്ച സഭയുടെ ആലയത്തെ ശുദ്ധീകരിക്കുക എന്നുള്ള വിഷയമെടുത്ത ഒരു സാധാരണ പ്രസംഗം ചെയ്തു. അസാധാരണമല്ല. ഈ പറഞ്ഞതുപോലെ സാധാരണ പാട്ട്, ആനമതറവ്, സാക്ഷി എല്ലാം കഴിഞ്ഞായിരുന്ന പ്രസംഗം. എന്റെ പ്രസംഗം തീരുന്നത് 1 മണിക്ക്. പക്ഷെ പ്രസംഗം തീർന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനുള്ളിൽ പറഞ്ഞു, ഈ വചനപ്രകാരം ശുദ്ധീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക്, കുറ്റമേറ്റി പറയുവാൻ ആഗ്രഹിക്കുന്ന ഇപ്പോൾ അവസരം കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയുള്ള അവസരം കൊടുക്കാം. പ്രസംഗം കഴിഞ്ഞ് 1 മണിക്കാണ് പിന്നെ 2ാം സാക്ഷി ആരംഭിച്ചു. ആശ്ചര്യമെന്ന് പറയട്ടെ, ഓരോരുത്തരും പരപ്രേരണ കൂടാതെ എഴുന്നേറ്റ് സാക്ഷ്യം പറയാൻ, കുറ്റമേറ്റ് പറയാൻ തുടങ്ങി. ഈ പ്രസംഗിച്ച കാര്യങ്ങളൊന്നുമല്ല, ഞാൻ പറയാത്ത കാര്യങ്ങളോടെ ജീവിതത്തിൽ കുറവുകളേറ്റ് പറയാൻ തുടങ്ങി. ദൈവാത്മാ ശക്തി ആ സഭയിൽ ഇറങ്ങി വന്നു. ഒരു കൊച്ചു പയ്യൻ, അന്നൊന്നും ഈ TV ഒന്നും അത്ര പ്രശ്നമെങ്കിലും ഞാൻ TVയുടെ കാര്യമൊന്നും പറഞ്ഞില്ല, എഴുന്നേറ്റ് പറയുകയാണ്, ക്ഷമിക്കണം, മമ്മിയും പപ്പയും കാണാതെ അടുത്ത വീട്ടിൽ പോയി TV കാണുമായിരുന്നു, ക്ഷമിക്കണം. കുറ്റബോധം, ആപാലവൃദ്ധം കുറ്റബോധം ദൈവാത്മാ സഭയിലേക്ക് ഇറങ്ങി വന്നതായി മനസ്സിലായി. സഭയുടെ അന്തരീക്ഷം എങ്ങനെയായിരുന്നു നിങ്ങളോട് പറയട്ടെയോ? ഒരു വെളിപ്പാടകരുള്ള വിശ്വാസികൾ യോഗം പകുതിയായേ വരികയുള്ളൂ. അതുകൊണ്ട് ഞാൻ കർശനമായി പറഞ്ഞു, കുറഞ്ഞത് 7:30 മുമ്പെങ്കിലും വരണം. അത് കഴിഞ്ഞ് പിന്നെ ആരും വരണ്ട. അവർ കേട്ടില്ല. ഒരിക്കൽ 7:30 ഞാൻ ആരാധനത്തിന് ആ കഥ അങ്ങ് അടച്ചു. അത് കഴിഞ്ഞ് വന്നവർ പലരും അവിടെ നോക്കിച്ച് വീട്ടിൽ തിരിച്ചുപോയി. അങ്ങനെയുള്ളതായി കടുങ്കൈ ചെയ്യേണ്ടി വന്നതായ സ്ഥാനത്ത് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് വൈകിട്ട് ഒരു പ്രാർത്ഥനയുണ്ട്, വരണം. 6 മണിയായപ്പോഴേ ആളുകൾ വന്നിട്ടുണ്ട്. അനുഭവവും പ്രവചനവും അതുമായിട്ട് അതൊരു 9 മണി വരെ പോയി. ദൈവാത്മാവ് പറഞ്ഞു, തൃപ്തിയായിട്ടില്ല. ഞാൻ പറഞ്ഞു, നാളെ രാവിലെ ഇവിടെ ഒരു യോഗമുണ്ട്. രാവിലെ ആളുകളെല്ലാം വന്നിരിക്കുന്നു. രാവിലെ ഉച്ചയ്ക്ക് തീർന്നു. അപ്പോൾ ദൈവാത്മാവ് ഓർപ്പിച്ചതുപോലെ തൃപ്തിയാവുന്നില്ല. ഞാൻ പറഞ്ഞു, വൈകിട്ട് കൂടെ ഉണ്ട്. 7:30 വരാത്ത ആളുകൾ 6 മണിക്ക് മുമ്പേ വന്ന് ഞാൻ ചെല്ലും മുമ്പേ കാത്തിരിക്കുകയായി. ദൈവത്തിന്റെ ആത്മാശക്തിയോടെ ഇറങ്ങി വരികയും അനേകർ യഥാസ്ഥാനപ്പെടുകയും അനേകർ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു.
അല്ലേ? ജോബ് ഇങ്ങോട്ട് വന്നേ. എവിടാ ജോബ്? ഇനി വാ. ഇവനുണ്ടായിരുന്ന കുഴപ്പം ശരിയായ വളർച്ചയില്ല, വളർച്ച കൂടുതലാണ്, മുഴി ശരീരത്തിനല്ല. ഇവൻ ജനിച്ചപ്പോൾ തല മാത്രം വലുതാവുന്നു, ശരീരം വളരുന്നില്ല. ഇതായിരുന്നു പ്രശ്നം. അപ്പനും അമ്മയോട് വന്നിട്ടുണ്ടാവും. അവര് കോഴഞ്ചേരി ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. അവർ പറഞ്ഞു, ഇതാ മെഡിക്കൽ കോളേജ് റെഫർ ചെയ്തിരിക്കുകയാണ്, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം. ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. സഭ ശുദ്ധീകരിക്കപ്പെടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ദൈവം അവന് സൗഖ്യം കൊടുത്തു. ഇന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലായല്ലോ, വളർച്ച കൂടുതലായിരുന്നു, അതായിരുന്നു പ്രശ്നം. എന്നാൽ ദൈവം അവനെ ശരിയാക്കി. പോയിരുന്നാട്ടെ, ശരിയാണോ? അത് ബ്രദർ സാംസൺ ഇവിടെ ഈ വന്നി അടുത്ത കേസ് എന്താണെന്നറിയാമോ? ഒരാൾക്ക് വളർച്ച കൂടുതലും, ഇഞ്ചു വാ, 4 പേരുന്ന് കണ്ടോട്ടെ. വളർച്ച കുറവാണെന്നുള്ളതാ ഇദ്ദേഹത്തിന്റെ പ്രശ്നം. സാക്ഷി അങ്ങ് നേരിട്ടങ്ങ് പറഞ്ഞു ചുരുക്കമായിട്ട്. ഞാനിനി ദൈവത്തിന് സ്തോത്രം. എൻ്റെ സ്വദേശം മാവേലിക്കരയായിരുന്നു. ജനിച്ച് ഒരു 2.5 വയസ്സ് 3 വയസ്സ് പ്രായമുള്ളപ്പോൾ എനിക്ക് പെട്ടെന്ന് രോഗം ബാധിതനായി. ശരീരത്തിൻ്റെ വളർച്ച നിന്ന് തല മാത്രമുണ്ട്, കൈകാലുകൾ ഒരു ബലൂണിനകത്ത് തൂക്കിയിടുന്ന പോലെ അവസ്ഥയിൽ. അന്ന് എൻ്റെ സ്വന്തക്കാർ ചിലർ ഡോക്ടർമാരെ സമീപിച്ചപ്പോൾ രോഗം പോലും തിരിച്ചറിയാനാവാത്ത അവസ്ഥ. എൻ്റെ മാതാപിതാക്കളും ആഗ്രഹിച്ചിരുന്നു, അവർക്ക് മുമ്പേ ഞാൻ ഈ ലോകം വിട്ട് കടന്നുപോയാൽ എത്രയോ നല്ലതിരുന്ന് ചിന്തിച്ച സന്ദർഭത്തിൽ അക്കാലത്ത് മെഡിക്കൽ സയൻസിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ദൈവം പൂർണ്ണമായി സൗഖ്യപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ ഒരു 10 വർഷത്തിന് ശേഷം ചില ആൾക്കാർ വന്നിട്ട് പിതാവിനോട് ചോദിച്ചു, ഇന്ന പോലെ ആ പയ്യൻ എന്ത് ചെയ്യേ, മരിച്ചുപോയി കാണുമല്ലോ. അപ്പോൾ എന്നെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു ഞാനാണെന്നുള്ളത്. അവിടെ മുതൽ ഇങ്ങോട്ട് ഓരോ ദിവസവും അന്ന് എനിക്ക് മുടിയില്ല, നഖമില്ല, പല്ലുകളില്ല, വളർച്ച വളരെ കുറവ്. അടുത്ത കാലം വരെയും എൻ്റെ ചെവികളൊക്കെ തൂങ്ങിക്കിടക്കും. ഇപ്പോഴും ദൈവം ഒരു ഓർമ്മയ്ക്കിട്ടായിരിക്കണം. എൻ്റെ ഈ ഇടത് ചെവിയുടെ ഈ ഭാഗം ഇപ്പോഴും ലൂസാണ്. ഓർമ്മയ്ക്കൊണ്ട് ദൈവം വെച്ചിരിക്കുന്നതാണ്. അതിനുശേഷം ദൈവം പൂർണ്ണമായ സൗഖ്യം തന്നു. പക്ഷെങ്കിൽ പിന്നീട് എനിക്ക് പൊക്കം വളരെ കുറവാണ്. തിരുവല്ല സെൻട്രലുണ്ടായിരുന്ന PC ദാനിലെ ഭക്ഷണമൊക്കെ ഔട്ടിക്കുന്ന സമയത്ത് എനിക്ക് പൊക്കത്തിനുവേണ്ടി പ്രാർത്ഥിച്ചു. അത്ഭുതവിനും ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വളരെ ചെറുതാണ്. 1 വർഷത്തിനുള്ളിലാണ് എനിക്ക് 2 അടിയോളം പൊക്കം വെക്കുന്നത്. പിന്നെ അതിനുശേഷം പൊക്കം വളരെ കൂടുന്നു എന്ന് കണ്ട് അത് നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു സാഹചര്യം പോലും ദൈവം ജീവിതത്തിച്ച ദൈവമാണ്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഞാനൊരു ഭയങ്കരം ഇങ്ങനെ അവസ്ഥയിൽ കൂടി കടന്നു വന്നുകൊണ്ട് ശരാശരിയിൽ വളരെ താഴ്ന്നൊരു വിദ്യാർത്ഥിയായിരുന്നു. ഞാൻ പഠിക്കുന്നൊന്നും മനസ്സിലാകത്തില്ല. ഞാൻ സമയം പോന്നു. എൻ്റെ 10ാം ക്ലാസ്സിലെ മാർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പറയാൻ പറ്റില്ല. എനിക്ക് 10 മാർക്ക് പോലും കണക്കിന് 2 പേപ്പർ ഒന്നിച്ച് കിട്ടിയിട്ടില്ല. ആ സ്ഥാനത്ത് ദൈവം അവിടെ നിന്നൊക്കെ മാറ്റി എൻ്റെ വിദ്യാഭ്യാസത്തിലൊക്കെ വളരെ ദൈവം അനുഗ്രഹിച്ചു. ദൈവനാമോത്സവമായിരിക്കട്ടെ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. ഒരാൾക്ക് വളർച്ച കൂടുതലായിരുന്നു, അതൊരു പ്രശ്നം. ദൈവം അത് നോർമലാക്കി. അടുത്തൊരാൾ വളരുന്നില്ല, വളരാൻ പ്രാർത്ഥിച്ചിട്ട് വളർച്ച കൂടിയപ്പോൾ ദൈവമേ ഇനി കൂടുതൽ വളർത്തല്ലേ എന്ന് സുവിശേഷകർക്കാൾ പ്രാർത്ഥിക്കേണ്ടി വന്നു. നമ്മുടെ ദൈവം അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവം. നാം ഉണരണം, നാം ശുദ്ധീകരിക്കണം, നിരപ്പ് പ്രാപിക്കണം, ദൈവത്തിന് മുഖം തേടണം. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുവാനിടയായി തീരട്ടെ. അതേ 2 ദിനവൃത്താന്തം 5:13 14 വായിക്കുന്നത് പോലെ അതേ അവർ വാഴ്ത്തി സ്തുതിച്ചപ്പോൾ ഒരു മേഘം അത് ആലയത്തെ നിറഞ്ഞു. മേഘമാലയത്തെ നിറച്ചതുകൊണ്ട് പുരോഹിതന്മാർക്ക് അകത്ത് കടക്കുവാൻ കഴിഞ്ഞില്ല. അഥവാ ഒരു മനുഷ്യർക്കും കടന്ന് ശുശ്രൂഷ ചെയ്യുവാൻ കഴിയാത്തതുപോലെ ആത്മാവ് സഭയുടെ മുടി ചുമതലയും ഏറ്റെടുക്കുന്ന ഒരു നാൾ. അതാണ് ശരിയായ ഉണർവ്. കൊട്ടാരക്കരയിൽ 150 പേരിലധികം പേര് സുവിശേഷ വേലയ്ക്ക് ഒറ്റയടി വന്നൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം ഇനിയും ആവർത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് നമ്മുടെ കണ്ണുകളൊന്ന് അടച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഉണർവിനായി നമുക്ക് ഒരുങ്ങാം. ആമേൻ. യേശു വരാറായിരിക്കുന്നു. അവന്റെ കാലൊച്ച നാം കേൾക്കുന്നു. അവൻ വാതിൽക്കലായിരിക്കുന്നു. അവൻ ഒരിക്കൽ കൂടി നമ്മളെ സന്ദർശിക്കട്ടെ. പണ്ടക്കാലത്തെ പോലൊരു നല്ല കാലം വരുത്തട്ടെ.
പണ്ട് ചെയ്തതിനേക്കാൾ അത്ഭുതങ്ങൾ അന്ധകാരതയും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയ വിശ്വാസിയെ, ദൈവം നിന്നെ ഉപയോഗിപ്പാൻ ആഗ്രഹിക്കുന്നു. പ്രിയ ശുശ്രൂഷകരെ, ദൈവം നിങ്ങളെ ഉപയോഗിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ മാനിപ്പാൻ ആഗ്രഹിക്കുന്നു. ദേശത്ത് ആത്മാക്കളെ തരാൻ ആഗ്രഹിക്കുന്നു. കർത്തൃ ശുശ്രൂഷയ്ക്കായി അനേകരെ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഓ, ദൈവം നമ്മുടെ അതിരുകളെ വിശാലമാക്കാൻ ആഗ്രഹിക്കുന്നു. സ്ഥലം പോരാതെ വരുവോളം നമ്മളെ വളർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരു ഉണർവ് സന്ദർശിക്കേണ്ടതിനായി നമുക്ക് ആഗ്രഹിക്കാം. ഓ, അത് നിർത്താത്ത ആഗ്രഹമായി തീരട്ടെ. ആ കാലങ്ങളിൽ നമുക്കിരുന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, നമുക്കൊരു നല്ല കാലം പിന്നെ വരുത്തണമേ. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ശീതോഷ്ണാവസ്ഥയിൽ കാണപ്പെടാതെ, ഞങ്ങൾ സ്നേഹം തണുത്ത് കാണപ്പെടാതെ, വിശ്വാസം നഷ്ടപ്പെട്ട് കാണപ്പെടാതെ, അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ഒരുങ്ങിയവരായി കാണപ്പെടേണ്ടതിന് വേണ്ടി ഉണർവഹിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. അത്ഭുതോടെയാളുകളും ചെയ്യുവാൻ കഴിവുള്ള ദൈവത്തിന് കരം വെളിപ്പെടേണ്ടതിനായി നമുക്ക് അപേക്ഷിക്കാം. അത്ഭുതം ചെയ്യുവാൻ ആവശ്യപ്പെടേണ്ട നാം സമർപ്പിച്ച ദൈവാത്മാ ഇറങ്ങി വരുമ്പോൾ ആവശ്യപ്പെട്ട അത്ഭുതങ്ങൾ നടന്നുകൊള്ളൂ. താഴ്ത്താം ഹല്ലേലൂയ, താഴ്ത്താം. കുറവുകൾ നമുക്ക് സമ്മതിക്കാം. ഇന്ന് മുതൽ നമുക്ക് ദൈവത്തിന്റെ വചനങ്ങൾ അനുസരിപ്പാനായി നമുക്ക് തീരുമാനിക്കാം. ഇന്ന് മുതൽ ദൈവ സന്ദർശനത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് മുതൽ ഒരു ഉണർവഹിക്കപ്പെടേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാകാനായിട്ട് പ്രാർത്ഥിക്കാം. ഒരു ഉണർവിന്റെ ജ്വാല ഇപ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ കത്തി തുടങ്ങട്ടെ. ഹല്ലേലൂയ. ഇവിടെ തന്നെ പാപികൾ രക്ഷിക്കപ്പെടുവാൻ, ഇപ്പൊ തന്നെ അനേകർ കർത്താവിനായി സമർപ്പിപ്പാൻ, ഇവിടെ ഇപ്പൊ തന്നെ അനേകർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ, അനേക പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, ഇവിടെ തന്നെ രോഗികൾ സൗഖ്യം പ്രാപിക്കുവാൻ, ഇപ്പൊ തന്നെ അത്ഭുതങ്ങൾ അനുഭവിപ്പാനിടയായി തീരട്ടെ. ദൈവത്തിന്റെ ആത്മാനക്തിജ്വാലയും ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ സഭകളിലേക്കും ഭവനങ്ങളിലേക്കും മടങ്ങിപ്പോകാം. ദൈവം നിന്നെ വീട്ടിൽ ഉപയോഗിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിന്നെ സഭയിൽ ഉപയോഗിപ്പാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ദേശത്ത് ഉപയോഗിപ്പാൻ ആഗ്രഹിക്കുന്നു. ജോലി സ്ഥലത്ത് ഉപയോഗിപ്പാൻ ആഗ്രഹിക്കുന്നു. സ്കൂളിലും കോളേജും ഉപയോഗിപ്പാൻ ആഗ്രഹിക്കുന്നു. ഹോസ്റ്റലിൽ നിന്നെ കൊണ്ട് വലിയ കാര്യം ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ദേശത്തും രാജ്യത്തും അവൻ നിന്നെ കൊണ്ട് വലിയ ചെയ്യിപ്പാൻ ആഗ്രഹിക്കുന്നു. ഓ, ദൈവത്തിന്റെ ആത്മാവിന്റെ അഗ്നി ഏറ്റെടുത്തോണ്ട് പോകുക. ഓ, ദൈവത്തിന്റെ പ്രവൃത്തി നടക്കട്ടെ. നമുക്ക് ഉണരാം, നമുക്ക് സമർപ്പിക്കാം. യേശു വരുമ്പോൾ അവനെ എതിരേൽപ്പാനായി, മണവാട്ടിനെതിരേൽപ്പാൻ മണവാട്ടിയായി ഒരുങ്ങി നിൽക്കേണ്ടതിന് ഒരിക്കലും കൂടെ സന്ദർശിക്കണമേ എന്ന് അപേക്ഷിക്കാം. ദൈവം വലിയവ ചെയ്യുവാനായി പോകുന്നു. അത്ഭുതങ്ങൾ അടയാളങ്ങളാൽ സത്യസഭ വെളിപ്പെടുന്നു. അത്ഭുതങ്ങൾ അടയാളങ്ങളാൽ സത്യസഭ വെളിപ്പെടുന്നു. നമ്മുടെ മേൽ ദൈവം ദൈവശക്തിയെ പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉണർവിന്റെ കാലത്തിലേക്ക് നാം വന്നിരിക്കുകയാണ്. ഈ നാല് നാളും പരിശുദ്ധാത്മാവ് തന്റെ വചനം ശക്തിയോടെ നമ്മെ അറിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മേലാൽ സമീപാൻ പോകുന്ന കാര്യങ്ങൾ ഓരോന്നാൾ വ്യക്തമായി ദൈവസഭയെ അറിയിക്കേണ്ട ദൂത വചനത്തിൽ കൂടെ നമ്മെ അറിയിച്ചു കഴിഞ്ഞു. അനുസരിക്കേണ്ട നമ്മുടെ ചുമതലയാണ്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം തന്നെ ഒടുക്കത്ത നാളിൽ ന്യായം വിധിക്കുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നു. ന്യായവിധിക്കർഹരാകാതാണ് ആ നിത്യരക്ഷ പ്രാപിക്കുന്നതിനായി നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. സ്നേഹമേറിയ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു.
അനേക വിശുദ്ധന്മാരും ദൈവജനങ്ങളും പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ഈ പ്രാവശ്യം ഇങ്ങനെ 4 ദിവസത്തെ ബൈബിൾ ക്ലാസ് ക്രമീകരിച്ച് നടത്തുവാൻ സ്വർഗം സഹായിച്ചതിനാൽ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ബൈബിൾ ക്ലാസിന്റെ പ്രാരംഭ ദിവസത്തിൽ തന്നെ കോടി കോടി ദൂതന്മാരുടെ അകമ്പടിയോടെ കർത്താവ് ഇറങ്ങി വന്ന പ്രാരംഭ ദിവസത്തെ ബൈബിൾ ക്ലാസ് അനുഗ്രഹമാക്കി നടത്തി തന്നതിനാൽ സ്തോത്രം. തുടർന്ന് ഇതുവരെയും നിന്റെ അനുഗ്രഹത്തിന്റെ കലവറ ഞങ്ങൾക്ക് തുറന്ന് സ്വർഗത്തിലെ കിളിവാതിൽ തുറന്ന് ആത്മീയമായി നൽകി തന്നതായ എല്ലാ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കള്ളൻ രാത്രിയിൽ വരുമ്പോൾ കർത്താവായ യേശുവിന്റെ വരവ് എത്രയും വേഗത്തിൽ സംഭവിക്കുമെന്നും നടക്കേണ്ടതായ സംഭവ വികാസങ്ങളെല്ലാം ഞങ്ങൾക്ക് സവിസ്തരമായി ദിവസങ്ങളിൽ നിന്റെ ഭൃത്യരിലൂടെ ഞങ്ങൾക്ക് അറിയിച്ചു തന്നതിനാൽ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. അതെല്ലാം ചിന്തിപ്പാനും ധ്യാനിപ്പാനും ഞങ്ങളെ തന്നെ ഒരുക്കുവാനും അനേകരെ ഒരുക്കിയെടുക്കുവാനും ഈ ദിവസങ്ങളിലെ ബൈബിൾ ക്ലാസ് പര്യാപ്തമാക്കിയിരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്ന കർത്താവേ, ഈ ദിവസങ്ങളിൽ കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കായും പ്രാർത്ഥിക്കുകയാണ്. വിവിധ സ്ഥലങ്ങളുടെ ദൈവമക്കൾക്ക് കടന്നു വരുവാൻ, ശുശ്രൂഷകർ കടന്നു വരുവാൻ വാഹന സൗകര്യങ്ങളെല്ലാം ഒരുക്കി തന്നതിനാൽ സ്തോത്രം. 4 ദിവസവും ഞങ്ങൾ പ്രകൃതി അനുകൂലമാക്കി തന്ന് ഞങ്ങളെ സഹായിച്ചതിനാൽ ഞങ്ങൾ ഇതിനെ വാഴ്ത്തുന്നു. ആപത്തുകൾ, അനർത്ഥങ്ങൾ, അപകടങ്ങളിലൊക്കെയും വിടുവിച്ചതിന്റെ ജനത്തെയെല്ലാം കൊണ്ടുവന്നതിനാൽ ഞങ്ങൾ ഇതിനെ വാഴ്ത്തുന്നു. ദേശവാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് കടന്നു വന്ന് ദൈവത്തിന്റെ വചനം ശ്രവിപ്പാൻ അവസരം നൽകുന്നതിനാൽ സ്തോത്രം. ശാന്തമായ അന്തരീക്ഷം തന്നതിനാൽ സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യ സംവിധാനങ്ങളും കർത്താവ് ഒരുക്കി തന്നതോർത്ത് ഞങ്ങൾ ഇതിനെ വാഴ്ത്തുന്ന കർത്താവേ, ദൂരസ്ഥലങ്ങളിൽ പോലും അനേക ശുശ്രൂഷകർക്ക് കടന്നു വന്ന് സംബന്ധിപ്പാനിടയായല്ലോ. അനേക ദൈവമക്കളെ കൊണ്ടുവന്നല്ലോ. എല്ലാ നന്മകൾക്കായി ഞങ്ങളിനെ വാഴ്ത്തുന്ന കർത്താവേ, ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഞങ്ങളെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം എറണാകുളത്തിന്റെ വിശുദ്ധനെ ഞങ്ങൾക്ക് അയച്ചു വന്ന് ആത്മാവിലും ശരീരത്തിലും ബലപ്പെടുത്തി ശക്തിയോടെ ദിവസങ്ങളിൽ നിന്റെ കരങ്ങൾ ഉപയോഗിച്ചതോർത്ത് ഞങ്ങളിനെ വാഴ്ത്തുന്നു. ഇനിയും വലിയ ശുശ്രൂഷയ്ക്കായിട്ട് അദ്ദേഹത്തെ പ്രാപ്തനാക്കി തീർക്കണം. ദൈവകൃപ കൊടുക്കണം. കൂട്ടിക്കൊണ്ട എല്ലാ ദൈവമക്കൾക്കായും ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന കർത്താവേ, എല്ലാവരുടെയും മടക്ക യാത്രയിൽ കൂടെ ഇരിക്കണം. സമാധാനത്തോടെ ഭവനങ്ങളിൽ കൊണ്ടുപോയി എത്തിക്കണം. വേലകളെല്ലാം അനുഗ്രഹിക്കണം. വാസ്തവമായി ഇന്ന് രാത്രി ഞങ്ങൾ കേട്ടതുപോലെ ഒരു വലിയ ആത്മീയമായ ഉണർവിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് ഞങ്ങളിലൂടെ ദേശത്തുണ്ടാകുവാൻ തക്കവണ്ണം പരിശുദ്ധ പിതാവ് സഹായിക്കുമാറാകണമേ. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം വരുത്തണമേ. പ്രത്യാശ സമൃദ്ധിയോടെ എല്ലാവരെയും സൂക്ഷിക്കണമേ. മഹിമാസനിൽ കളങ്കമില്ലാത്തവരായി നിർത്തുവാൻ ഞങ്ങളെ പ്രാപ്തരും യോഗ്യരുമാക്കി തീർക്കണമേ. പോകുന്ന എല്ലാത്തിലും ഒഴിഞ്ഞു നിൽക്കുവാനും മനുഷ്യത്തിന് മുമ്പിൽ നിൽപ്പാൻ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും നിന്റെ വരന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരുന്നൊരുക്കുവാൻ ദൈവമായ കർത്താവ് ഞങ്ങളെ എല്ലാവരെയും സഹായിക്കും. ജനത്തെ അനുഗ്രഹത്തോടെ പറഞ്ഞയക്കും. സമാധാനത്തോടെ ഭവനങ്ങളിൽ എത്തിക്കും. വരൻ പ്രത്യാശ നിറയ്ക്കും. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേ. വാഴ്ത്തപ്പെട്ട കർത്താവെ, സ്തുതിക്കുന്ന സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥിച്ച് തീരുമാനിച്ച് താവേ നടത്തുവാൻ ഉദ്ദേശിച്ചതായ ബൈബിൾ സ്റ്റഡി അനുഗ്രഹമായി നടത്തുന്നതിനാൽ സ്തോത്രം. നിന്റെ സാന്നിധ്യങ്ങളുടെ മതി ഉണ്ടായിരുന്നു. ആത്മീയഗീതങ്ങൾ പാടി സന്തോഷിപ്പാനും ജനത്തിന് ദൈവത്തിന്റെ വചനങ്ങളെ പഠിപ്പിക്കാനും കർത്താവെ നാളിടയാക്കിയനായി സ്തോത്രം. ഞങ്ങളുടെ വൃത്തിനെ ബലപ്പെടുത്തി ദൈവത്തോട് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ ജനത്തോട് നീ സംസാരിച്ചുകൊണ്ടിരുന്നതിനാൽ സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കും. കേടവചന പ്രകാരം ജീവിച്ച് മഹത്വനാളിനായി എല്ലാവരെയും ഒരുക്കും, അനുഗ്രഹിച്ചയക്കും. തമ്മിൽ കണുവോളം കൃപയെ സൂക്ഷിക്കും. വരുവിനൊരുക്കും. യേശുവിന്റെ നാമത്തെ തന്നെ ആമേ. നമ്മുടെ കർത്താവാവുന്ന യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നമ്മോടും പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോട് സകല വിശുദ്ധന്മാരോട് നിമിത്തം കർത്താവിന്റെ വരവരെ എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ.